وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന രൂപം, അതിനെപ്പറ്റിയാണ് അല്പം ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ ഈ വിശ്വാസം അല്ലെങ്കിൽ അഖീദ, അതിനെ നമ്മൾ കളവാക്കിയാൽ എന്താണ് അവസ്ഥ? അതുപോലെ അഖീദ സ്ഥിരപ്പെടുത്താൻ പണ്ഡിതന്മാർ അവലംബിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, വ്യത്യസ്ത പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും അല്ലാത്തവരെ പറ്റിയൊക്കെയാണ് ഉദ്ദേശം. അവരെല്ലാവരും വിശ്വാസം സ്ഥിരപ്പെടുത്താൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, ഈ 3 ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട അല്പകാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. അഖീദയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ചരിത്രം, ഇത് വിലയിരുത്തുന്ന വിഷയത്തിൽ പലർക്കും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭൗതികന്മാർ വിശ്വാസങ്ങൾക്ക് അവരെന്ത് ചെയ്യും? അതിനൊരു ചരിത്രം പറയലുണ്ട്. മനുഷ്യന്റെ അവസ്ഥയുമായി ബന്ധിപ്പിച്ച പറയാം. ഉദാഹരണം, ഏതൊരു കാര്യവും തുടക്കത്തിൽ അപൂർണമായിരിക്കും, പിന്നെ അത് പൂർണ്ണതയിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ ആദ്യം കണ്ടുപിടിച്ച ആള് അതിന് എന്തൊക്കെ കുഴപ്പമുണ്ടോ അത് ശേഷമുള്ള ആൾക്കാർ കണ്ടെത്തി അത് ശരിയാക്കും. പിന്നെ വീണ്ടും അതിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അതിന്റെ പൂർണ്ണത അവസാനമാകുമ്പോഴാണ് എത്തുക. ഈ ഒരു വിഷയത്തിൽ ആദ്യം ഒരാളൊരു പുസ്തകം എഴുതി നോക്കുക, പിന്നെ അത് വായിക്കുന്നവർക്ക് അതിന് ഇന്ന കുറവൊക്കെ ഉണ്ട്, ഇന്നതിൽ കൂട്ടിച്ചേർക്കണം, ഇന്നതായി നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ അവസാനം കൂട്ടലും ഒഴിവാക്കലും ഒക്കെ കഴിഞ്ഞാണ് പിന്നെ പൂർണ്ണമായൊരു രൂപത്തിലേക്ക് അത് എത്തുക എന്ന് പറയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതേ രൂപത്തിൽ ഈ ചിന്തകന്മാർ എന്ത് ചെയ്തു എന്നറിയോ? ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ലോകത്തുള്ള വിശ്വാസങ്ങളെയും വിലയിരുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് തുടക്കത്തിൽ അപൂർണമായിരുന്നു എന്നാണ്. തുടക്കത്തിൽ വിശ്വാസങ്ങളൊക്കെ അപൂർണമായിരുന്നു. പിന്നെ കാലം ജനങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ച് എന്തായി? അത് ജനങ്ങൾക്കൊപ്പിച്ച് പല മാറ്റങ്ങളും വിശ്വാസത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ആദ്യം ബഹുദൈവത്വമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം ബഹുദൈവത്വമായിരുന്നു, പിന്നെ അത് പരിഷ്കരിച്ച് അവസാനം ഏകദൈവത്വമായി എന്ന് വിശ്വാസത്തെപ്പറ്റി ഈ ഭൗതിക ചരിത്രകാരന്മാരൊക്കെ പറയാറുണ്ട്. വിശ്വാസത്തിന്റെ കാര്യം. എന്നാൽ ഈ ധാരണ ഇസ്ലാം മതം, സത്യമതം ഒരിക്കലും അംഗീകരിക്കുന്നില്ല.
മനുഷ്യന്റെ ചരിത്രത്തെപ്പറ്റി ഇവർ പറയൽ അങ്ങനെയാണ്. മനുഷ്യന്റെ ചരിത്രത്തെപ്പറ്റിയും ഭൗതികമായി ചിന്തിക്കുന്നവര് എന്താ പറയല്, ആദ്യം മനുഷ്യൻ അപൂർണനായിരുന്നു. വേറെ ചിലര് അതിര് കവിഞ്ഞ് മനുഷ്യന്റെ പൂർവ്വപിതാക്കൾ കുരങ്ങന്മാരായിരുന്നു. പിന്നെ അതിൽ നിന്നിങ്ങനെ പരിഷ്കരിച്ച് ഉഷാറായി വന്ന് അവസാനം മനുഷ്യനായി വന്നതാണ്. മനുഷ്യൻ സ്വതന്ത്രനായ ഒരു ആയി സൃഷ്ടിക്കപ്പെട്ടതല്ല, വേറെന്തെന്നൊക്കെ വന്നതാണ്. ഈ നിലക്ക് മനുഷ്യനെ പറ്റിയൊക്കെ പറയലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെയൊക്കെ പഠിപ്പിക്കപ്പെടുന്നതൊക്കെ ഈ ജാതി കാര്യങ്ങളാണ്. എന്നാൽ ഇസ്ലാം ഇതിന് നേരെ എതിരാ പറയണമെന്ന് കാണാൻ കഴിയും. നേരെ എതിരെന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും പൂർണ്ണമായത് ആദ്യം, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പം ഞാൻ മനുഷ്യനെ പറ്റി പറയാം, ഉദാഹരണം പറയാം. മനുഷ്യനെ പറ്റി ഇസ്ലാം ദീൻ പറയുന്നത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അപ്പൊ സ്വതന്ത്രനായ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുക ചെയ്തു. ഇവർ പറയുന്ന പോലെ വേറെ ഏതൊരു ജീവിന്ന് വന്നതൊന്നുമല്ല. ആര്? ആദം അലൈഹിസ്സലാം. എന്നിട്ട് ആ പൂർണ്ണത ഞാൻ പറയുന്നു, പൂർണ്ണത ഏത്? അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കല്ല, പൂർണ്ണതയിൽ നിന്ന് അപൂർണതയിലേക്കാണ്. ഭൗതിക ചിന്തകന്മാരൊക്കെ പറയുന്നതിന്റെ എതിരാണ് എന്നാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ നോക്ക്, മനുഷ്യന്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയാം. ഇമാം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളൊരു ഹദീസ് ഇങ്ങനെയാണ്: ഖലഖല്ലാഹു ആദം, അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ടോ വതൂലുഹു, അദ്ദേഹത്തിന്റെ നീളം വലിപ്പത്തിലായിരുന്നു, 60 ദിറാ, 60 മുഴമായിരുന്നു. സുമ്മ ഖാല, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇദ്ഹബ്, നീ പോവുക, എന്നിട്ട് ഫസല്ലിം, സലാം പറയുക, അലാ ഉലായിക മിനൽ മലായിക, ആ മലക്കുകളോട് സലാം പറയണം. എന്നിട്ടോ ഫസ്തമി, സലാം പറഞ്ഞ് എടുത്ത് പോന്നാ പോരെ, ശ്രദ്ധിക്കണം. മാ യുഹയ്യൂനക, അവർ മറുപടിയായി എന്താണ് അഭിവാദ്യം പറയുന്നൊക്കെ ശ്രദ്ധിക്കണം. അതായിരിക്കും തഹിയ്യത്തുക വ തഹിയ്യത്തു ദുർരിയത്തിക, താങ്കളുടെ അഭിവാദ്യവും താങ്കളുടെ സന്താനങ്ങളുടെ ഒക്കെ അഭിവാദ്യം അത് തന്നെയായിരിക്കും. അപ്പൊ ഈ സലാം പറയൽ ഇന്ന് തുടങ്ങിയതല്ല, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട അന്ന് നമ്മുടെ അഭിവാദ്യം ഈ അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. ഇനി അതിന് മടക്കുന്നത് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മലക്കുകളുടെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അസ്സലാമു അലൈക വറഹ്മത്തുള്ളാ, റഹ്മത്തുള്ള കൂട്ടി പറഞ്ഞു, റഹ്മത്തുള്ള എന്ന് വർദ്ധിപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇതൊക്കെ ഹദീസിന്റെ ഭാഗമാണ്, ഫകുല്ലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരൊക്കെ എങ്ങനെയായിരിക്കും? അലാ സൂറത്തി ആദം, ആദം നബിയുടെ രൂപത്തിലായിരിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരൊക്കെ ഇനി സ്വർഗത്ത് പോകുന്നവരൊക്കെ ആദം അലൈഹിസ്സലാമിന്റെ രൂപത്തിലായിരിക്കും. എന്താണ് ആ രൂപം? അതിന്റെ വിശദീകരണത്തില് പണ്ഡിതന്മാർ പറയുന്നത് എന്തെന്നറിയോ? അലാ ഹൈഅതിഹി, ആദം അലൈഹിസ്സലാമിന്റെ രൂപമുണ്ടല്ലോ, പ്രകൃതം, ഫിത്തൂലി, നീളത്തിൽ എത്ര വലുപ്പുണ്ട്? നമ്മൾ പറഞ്ഞു 60 മുഴം. ഇന്നത്തെ മനുഷ്യന്മാർ എത്ര ഉണ്ടാവും? അതിന് 3-1 ഉണ്ടാവുമോ? ഇല്ല, 4-1, 5-1 ഉണ്ടാവില്ല. വൽ ഹുസ്ൻ വൽ ജമാൽ, അതുപോലെ സൗന്ദര്യം, ഭംഗി, വസ്സലാമ മിനൻ നഖായിസ് വൽ ഉയൂബ്, അതുപോലെ എന്തൊക്കെ പോരായ്മ, ഓരോ മനുഷ്യന്മാർക്കും ഓരോ പോരായ്മ ഉണ്ടാവും. ഇപ്പൊ ചിലർക്ക് വൈകല്യങ്ങളുണ്ടാവും, അതിൽ കാല് ചെറുത്, അല്ലെങ്കിൽ കയ്യിന് വൈകല്യം, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട്. അതുപോലെ നിറം, ഇപ്പൊ കറുപ്പ് നിറം ഒരു വൈകൃതമാണെങ്കിൽ അതും ഉണ്ടാവില്ല. എങ്ങനെയാണോ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് അതേ രൂപത്തിലാണ് സ്വർഗത്ത് പോകുന്നവർ പിന്നെ പോവുക എന്നർത്ഥം. അപ്പൊ അന്നാണ് പൂർണ്ണ രൂപം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ബാക്കി എന്താണെന്നറിയങ്ങള്, എല്ലാവരും സ്വർഗത്ത് പോവുക ആദം നബിന്റെ മാതിരി വലിപ്പം 60 മുഴം ഉണ്ടാവും. പിന്നെ എന്തെല്ലാം തകരാറുകൾ മനുഷ്യനുണ്ട് എന്ന നിലക്ക് നമ്മൾ പറയപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ ഉണ്ടാവും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലം യസലിൽ ഖൽഖു യൻഖുസു ഹത്തൽ ആൻ, പിന്നെ സൃഷ്ടികൾ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ.
ഏതുവരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വരെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നമ്മുടെയൊക്കെ വലുപ്പം ഏകദേശം ഒരേ മാതിരിയാണ്. പിന്നെ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ വരിക. അതിന്റെ മുമ്പ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിന്റെ ഏറ്റവും പൂർണ്ണ രൂപത്തിലായിരുന്നു. അതാണ് ഈ 60 മുഴം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് ഭൗതിക പണ്ഡിതന്മാരും ഗവേഷകന്മാരും ഒക്കെ പറയല് അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നെ മനുഷ്യനുമായി അവര് പിന്നെ പരിചയപ്പെട്ട അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തുകയാണ്. അതും ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നാ പറഞ്ഞു. ഇനി ഒരു ഹദീസും കൂടി പറഞ്ഞുതരാം. ഇന്ന അവ്വല സുംറത്തിന്, ഇതും ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവ്വല സുംറ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ കയറുന്ന ആദ്യ വിഭാഗം, ഏറ്റവും ടോപ്പിലുള്ളവരാണ് അവർ. സ്വർഗത്തിൽ കയറുന്ന ആദ്യ കൂട്ടം, അവരെ വിശേഷണം പറയണം. എല്ലാ സൂറത്തിൽ ഖമർ ലൈലത്തൽ ബദർ, 14-ാം രാവിലെ ചന്ദ്രന്റെ പ്രകാശം എങ്ങനെയുണ്ട്? തിളക്കുണ്ടാകുമല്ലോ. തിളക്കമുള്ള മനുഷ്യന്മാർ, നല്ല സൗന്ദര്യമുള്ള മനുഷ്യന്മാരായിരിക്കും. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ആ ഏറ്റവും ഉയർന്ന ആ വിഭാഗം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലുള്ള അടുത്ത വിഭാഗം എലാ അശദ്ദി കൗക്കബിൻ ദുരി, പിന്നെ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന നമ്മൾ ഇവിടുന്ന് കാണുന്ന നക്ഷത്രം ഉണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് കാണുമ്പോൾ ചന്ദ്രന്റെ പ്രകാശത്തിന്റെ അടുത്തൊന്നും പതെത്തൂല എന്നുള്ള ഉറപ്പല്ലേ? ആ രൂപത്തിലായിരിക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും നല്ല നിലക്ക് പ്രകാശിക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രം തിളങ്ങുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള മനുഷ്യന്മാർ, അവർക്ക് പ്രകാശമുണ്ടാവും, പ്രകാശം പ്രസരിക്കും. ലാ യബൂലൂന, അവർ മൂത്രിക്കുകയില്ല. ഇത് സ്വർഗത്തിലെ മനുഷ്യന്മാർ. ഇന്നത്തെ ഇവിടുത്തെ വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ല. ഇത് മൂത്രിക്കല്, മൂത്രമാവല്, വാസന, ഇതൊക്കെ അപൂർണ തന്നെയാണ്, വൃത്തികേടുകളാണ്. അതുപോലെ വല യത്തകവ്വത്തൂന, അതുപോലെ അവർ കാഷ്ടിക്കുകയില്ല സ്വർഗത്ത് പോകുന്നവര്. പിന്നെ വല യത്തുഫലൂന, അവർ തുപ്പുകയില്ല. വല യംതഖിത്തൂന, അതുപോലെ അവർ മൂക്ക് ചീറ്റുകയില്ല. അംശാത്തും അസ്ഹബ്, അവരുടെ ചീർപ്പ് തന്നെ സ്വർണമാണ്. വേറുള്ള കാര്യം പിന്നെ പറയുമ്പോണ്ടല്ലോ അവിടുത്തെ അനുഗ്രഹത്തെപ്പറ്റി പറയാം. അപ്പൊ മുടി ചീകാനും മറ്റിനൊക്കെ ഉപയോഗിക്കുന്ന, അലങ്കരിക്കാൻ ചീർപ്പ് ഉപയോഗിക്കും. പക്ഷെ ചീർപ്പിൽ മാത്രമാകണ്ട, മനുഷ്യനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റുള്ള കാര്യത്തിനൊക്കെ പറയാമെന്നൊക്കെ വിശദീകരണത്തിൽ പറയുന്നു. അല്ലാഹു അഅലം. അതുപോലെ റഷ്ഹും അൽ മിസ്കു, അവരുടെ വിയർപ്പിന്റെ സുഗന്ധം അതന്നെ കസ്തൂരി ആയിരിക്കും. കസ്തൂരി എന്ന് പറഞ്ഞ ഏറ്റവും നല്ല സുഗന്ധത്തിന് വേണ്ടി നമ്മുടെ ദീനിൽ പറയുന്ന ഒരു സുഗന്ധത്തിന്റെ പേരാണ്. അപ്പൊ സ്വർഗീയവാസികളുടെ അവസ്ഥ പറയണം ഇവിടെ. എന്നിട്ട് അതിന്റെ അവസാനം കുറെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അവര് എങ്ങനെയായിരിക്കും? എലാ ഖൽഖി റജുലിൻ വാഹിദിൻ, എല്ലാവരും ഒരൊറ്റ മനുഷ്യന്റെ സൃഷ്ടി. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എല്ലാ സൂറത്തി അബീഹിം ആദം, എല്ലാവരും സ്വർഗത്ത് പോകുന്നവർ അവരുടെ പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാമിന്റെ രൂപത്തിലായിരിക്കും. എങ്ങനെയാണ് ആ രൂപം ഒന്നുകൂടി പറയാണ്? വലിപ്പം 60 ദിറാ, 60 മുഴം. ഫിസ്സമ, ആകാശത്തിൽ നിന്ന് ഉയരം പറയാണ് 60 മുഴം. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ചപ്പോ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ, എല്ലാ നിലക്കും ലക്ഷണമൊത്ത രൂപത്തിൽ സൃഷ്ടിപ്പ്, ശരീരം, ഭംഗി, നിറം, അതുപോലെ ആരോഗ്യം, എന്തൊക്കെ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് പറയാമോ അതിലേറ്റവും നല്ല രൂപത്തിലാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ അത് കുറഞ്ഞു വന്നു എന്നാ പറയുന്നത് ഈ വലിപ്പം. എന്നിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത് വരെ ഈ വലിപ്പം കുറഞ്ഞ് ആദം നബിന്റെ അത്ര ഉണ്ടാവില്ല, ശേഷം കുറഞ്ഞ് അവസാനം അവിടെ നിന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. പിന്നെ അത് മുതൽ ഈ ഉമ്മത്തിന്റെ ഒക്കെ വലിപ്പം ഏകദേശം ഒന്ന് തന്നെ. ചിലർ കുറച്ച് കൂടും, ചിലർ കുറയും എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് എത്ര വലിപ്പമുള്ളതെങ്കിൽ അത്രയെന്നാ പറയണേ. അപ്പൊ എന്തായി? ഇവിടെ മനുഷ്യന്റെ ചരിത്രം എടുത്താലും അപൂർണതയിൽ നിന്ന്, ഇവര് പറഞ്ഞ മാതിരി കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായിന്നോ വേറെ ജീവികളിൽ നിന്നുണ്ടായി അങ്ങനെയൊന്നുമല്ല. മറിച്ച് ഏറ്റവും നല്ല ലക്ഷണമൊത്ത രൂപത്തിലാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇനി നിങ്ങൾ നോക്കി ചെടികളും പഴങ്ങളെ പറ്റിയൊക്കെ അതും പറയുന്നുണ്ട്. ഇപ്പൊ മസീഹുദ് ദജ്ജാൽ വരുന്ന കാലം അയാൾക്കെതിരെ പിന്നെ ആകാശലോകത്തുനിന്ന് ഇറക്കപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാമിൻ്റെതൊക്കെ അത്ഭുതമാണ്. ഒന്ന് ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ള മഹാ അത്ഭുതം. പിന്നെ 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ച് ഇങ്ങനെ ഇറങ്ങി വരിക, ആൾക്കാരിങ്ങനെ കാണുന്നത്, അത് മഹാ അത്ഭുതമാണ്. അങ്ങനെ യഖൂനു ഈസാ അലൈഹിസ്സലാം ഈസബിന് മറിയം ഫി ഉമ്മത്തി ഹക്കമൻ അദുല, നീതിമാനായ ഭരണാധികാരിയായി വരും. വ ഇമാമൻ മുഖ്സിത, നീതിപൂർവം ഭരണം നടത്തുന്ന ഇമാമായിട്ട് വരും. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ചിലത് മാത്രം. യദുഖു സലീബ്, എന്തു ചെയ്യും? കുരിശ് തകർക്കും. പിന്നെയോ യദ്ബഹുൽ ഖിൻസീർ, പന്നിയെ കൊല്ലും. ഇതൊക്കെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട വലിയ വിഷയം, അവരെ പുണ്യ കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ ഈസാ അലൈഹി സ്വലാമിനെ പറ്റി അവർ കള്ളം പ്രചരിപ്പിച്ചതാണല്ലോ, അദ്ദേഹം കുരിശിലേറിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ച ആ തെറ്റ് അദ്ദേഹം തകർക്കുകയാണ്. അദ്ദേഹത്തെ ഒരു കുരിശിലേറ്റിയിട്ടില്ല. അതുപോലെ അവരുടെ ആഘോഷങ്ങളിലൊക്കെ അവർ വലിയ വിഭവമായിട്ട് പിന്നെ കൊണ്ടുനടക്കുന്ന ഒരു മാംസമാണ് പന്നി മാംസമൊക്കെ. അപ്പൊ ഇവരുടെ ആദർശം, ഇവരുടെ അടയാളം തന്നെ ഈസാ അലൈഹി സ്വലാം കൊണ്ട് തകർക്കുകയാണ്. ഇവരുണ്ടാക്കിയ വ്യതിയാനമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരുന്നു ദീന് എന്ന് അദ്ദേഹം മാലോർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തുർഫൗ ഷഹന, പിന്നെയോ വൽ തബാഗുൽ, വെറുപ്പും വിദ്വേഷമൊക്കെ ഉയർത്തപ്പെടും. മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും അഹങ്കാരവും ഒക്കെ ഉണ്ടാവില്ല. അന്നൊരു പുതുമുള്ള കാലം, ഈസാ അലൈഹി സ്വലാം ഭരണം നടത്തുന്ന കാലത്ത് അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ തുൻസൗ ഹുമത്ത് കുല്ലി ദാത്തി ഹുമ, വിഷമുള്ള ജീവികളുണ്ട്, അവരുടെ വിഷമൊക്കെ എടുത്തു മാറ്റപ്പെടുന്ന. എത്താ യുദ്ഖിലൽ വലീദ് യദഹു ഫിൽ ഹയ്യ, ഏതുവരെ ഒരു കുട്ടി അതിന്റെ കൈ പാമ്പിന്റെ വായിൽ കൈയിട്ടാൽ പോലും ഒന്നും സംഭവിക്കൂല, ആ പാമ്പ് അതിനെ ഉപദ്രവിക്കുകയില്ല. അതുപോലെ തുഫിറുൽ വലീദ അൽ അസദ, ഒരു പെൺകുട്ടി, ചെറിയ കുട്ടി സിംഹത്തെ ഓടിക്കും, ആ സിംഹം ഫലാ യദുറുഹ, ആ സിംഹം അവളെ ഉപദ്രവിക്കുകയില്ല. അതുപോലെ തംലഉൽ അർളു മിനസ്സിൽമി, പിന്നെന്താവും? ഭൂമി നിറയും, സമാധാനം. ഏതുപോലെ? കമാ യംലഉൽ ഇനാ മിനൽ മാ, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം എങ്ങനെയാ സമനിരപ്പാകുക? അത് സമനിരപ്പായി എല്ലായിടത്തോടെത്തും. ഇതുപോലെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സമാധാനം വ്യാപകമാകും. തകൂനുൽ കലിമത്ത് വാഹിദ, കലിമത്ത് ഒന്നായിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന ഇസ്ലാമിന്റെ ആദർശമായിരിക്കും എന്നുണ്ടാകും. അതുപോലെ അതുകൊണ്ട് ഫലാ യുഅ്ബദു ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നല്ല. തകൂനുൽ അർളു, ഭൂമിയാവും കഫാസൂരിൽ ഫില്ല, പിന്നെ വെള്ളിയുടെ തളിക പോലെ എന്ന് പറഞ്ഞാൽ ഭൂമി വളരെ ഉഷാറാവും എന്ന് പറയണം. എന്തൊക്കെയാണ് റസൂൽ കൊണ്ട് ഉദ്ദേശിച്ച വിശാലാർത്ഥം നമുക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് പിന്നെ പറയാം തമ്പുത്തു നബാത്തുഹ ബി അഹദി ആദം, അന്നത്തെ ചെടികൾ മുളക്കൽ എങ്ങനെയാണ്? ആദം നബിന്റെ കാലത്തുള്ള ചെടികൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ. എന്താവോ പറഞ്ഞേ? ഏറ്റവും പൂർണ്ണമായ രൂപത്തിലായിരുന്നു അന്നത്തെ ചെടികൾ, അന്നത്തെ പഴങ്ങൾ. അതുപോലെ ഈസാ നബിന്റെ കാലത്തും വരുന്ന ഒരു അത്ഭുതം സംഭവിക്കുന്ന പറയണേ. അപ്പൊ തുടക്കം ഏറ്റവും പൂർണ്ണതയിലായിരുന്നു. എന്നിട്ട് വിശദീകരിക്കാൻ എത്താ യജ്തമിയ അന്നഫർ എലൽ ഖദ്ഫി മിനൽ ഇനബ്, ഒരു സംഘം ജനങ്ങൾ, ഒരു കുല മുന്തിരി ഒരു സംഘത്തിന് മതി. ഇന്നിപ്പോ ഒരു കുല മുന്തിരി ഒരാൾക്ക് തന്നെ തിന്നാണ്ടാവില്ല, അങ്ങനെയാണല്ലോ. എന്നാൽ ഒരു സംഘം മനുഷ്യന്മാർ ഒരു കുല മുന്തിരി തിന്നാൽ അത് ബാക്കിയാവുന്ന പറയുന്നത്. അപ്പൊ പഴങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും പൂർണ്ണത തുടക്കത്തിലുണ്ടായിരുന്നു. അതുപോലെ എജിത്തമ്യു നഫർ അലർ റുമ്മാന, ഒരു റുമ്മാൻ പഴം, അതിലും ഒരു പറ്റം ജനം ഇരുന്നാൽ അവർക്കത് മതി. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ യസ്തളില്ലൂന ബി ഖഹ്ഫിഹ, ഈ റുമ്മാൻ പഴത്തിന്റെ തൊലി കൊണ്ട് അവർക്ക് തണലിന് ഉപയോഗിക്കാം. എന്നാൽ അത്ര വലിയ തൊലിയായിരിക്കും, വലിയ പഴമായതുകൊണ്ട് തണലിന് വേണ്ടി സൂര്യനിൽ നിന്നൊക്കെ, സൂര്യന്റെ താപേൽക്കാതിരിക്കാൻ തണൽ ഉപയോഗിക്കാനൊക്കെ, തണലിന് വേണ്ടി പോലും അവർക്ക് ഉപയോഗിക്കാവുന്ന അവസ്ഥയിലാണ്. യുബാറക് ഫിദിസിൽ, പാലിൽ ബർക്കത്ത് നൽകപ്പെടും, പണ്ടുള്ള മാതിരി പിന്നെ ആവുന്ന പറയണത്. എത്താ ഇന്നല്ല മിനൽ ഇബുൽ, ഒരു ഒട്ടകം, പാല് കറക്കാവുന്ന ഒരു ഒട്ടകം, ല തക്ഫിൽ ഫിയാമ മിനന്നാസ്, ഒരു പറ്റം ജനങ്ങൾക്ക് ഒരു ഒട്ടകത്തിന്റെ പാല് തന്നെ മതിയാവും. വൽ അഖ്ഹ മിനൽ ബഖർ, അതുപോലെ ഒരു പശുവിന്റെ പാല് തന്നെ ഒരു പറ്റം ജനങ്ങൾക്ക് മതി. അങ്ങനത്തെ ഒരവസ്ഥ ആണ്. അപ്പൊ ഇവിടെ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആദം അലൈഹിസ്സലാമിന്റെ കാലത്ത് ചെടികൾ വളർന്നത് ഏതുപോലെയാണോ അതുപോലെ വരുന്നൊരു കാലം, അവസാന കാലം, ഒരു അത്ഭുത ലോകം വരാണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണത ആദ്യമാണ്, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നതാണ് അർത്ഥം. മനുഷ്യന്മാര് നിഗമനത്തിലെത്തുന്നൊക്കെ വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, യാതൊരു അടിത്തറയില്ല.
ഒരു ചരിത്രാതീത കാലം എന്ന് പറയും ചെയ്യും. പിന്നെ അതിനെപ്പറ്റി ഊഹിക്കും ചെയ്യും. ആ ഊഹം ഒരിക്കലും ശരിയല്ല. പിന്നെ ഈ വിഷയങ്ങളൊക്കെ പറയാൻ 100% യോഗ്യത പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും മാത്രമാണ്. ഇനി മനുഷ്യരുടെ ആയുസിനെ പറ്റിയോ? ആയുസ്സും അത്ഭുതമാണ്. പണ്ട് കാലത്തുള്ള മനുഷ്യന്മാരുടെ ആയുസ് പോലെയല്ല ഇപ്പോ. ആയുസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നൂഹ് അലൈഹിസ്സലാം എത്ര കൊല്ലാ ദൈവത്തെടുത്ത്? 950 കൊല്ലാണ്. കണ്ടോ, പണ്ടത്തേതാണ് പൂർണ്ണത ആ വിഷയത്തിലും. 950 കൊല്ലമാണ് നൂഹ് അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ പിന്നെ കുറഞ്ഞു വരുന്നുണ്ടല്ലോ ഓരോന്നും. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എടുത്തു നോക്കി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഇബ്നു കസീർ പറയുന്നൊരു കാര്യം തഫ്സീറിൽ, അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് 86 വയസ്സുണ്ടായിരുന്നു. അതുപോലെ 99 വയസ്സുണ്ടായിരുന്നു ഇസ്ഹാഖ് എന്ന കുട്ടി ഉണ്ടാകുമ്പോൾ. ഏതായാലും ശരി, ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോൾ ആ മലക്കുകളോട് എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖാലത്ത്, അവർ പറഞ്ഞു. മലക്കുകൾ വേഷം മാറി വന്നു. അവർക്ക് വേണ്ടി ഒരു മുരിക്കുട്ടിനെ അറുത്ത് റെഡിയാക്കി. അപ്പൊ ഞങ്ങൾ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഞങ്ങൾ 2 കാര്യത്തിനാ വന്നു. ഒന്ന്, നിങ്ങൾക്കൊരു മകനെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റൊന്ന് ലൂത്ത് അലൈഹി സ്വലാമിന്റെ ജനതയെ തകർക്കാൻ വേണ്ടി വന്നതാണ്. 2 ദൗത്യം അതിനു വേണ്ടി വന്നതാണ്, നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മകന്റെ സന്തോഷ വാർത്ത കേട്ടപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഭാര്യ പറഞ്ഞെന്താ? ഖാലത്ത് യാ വൈലത്ത, പരിശുദ്ധ ഖുർആൻ പറയാം, ആ അലിദു ആന അജൂസ്, ഞാൻ പ്രസവിക്കുകയോ, ഞാൻ വയസ്സെത്തിയല്ലേ. ഹാദാ ബാലി ഷെയ്ഖ, എന്റെ ഭർത്താവാണെങ്കിൽ അങ്ങേറ്റം വയസ്സനാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കുട്ടിയോ? ഇന്ന ഹാദാല ഷെയ്ൻ നജീദ്, ഒരു അത്ഭുതകരമായ കാര്യം തന്നെ. സാധാരണ ഉണ്ടാവാത്തൊരു കാര്യമായതുകൊണ്ടാണ്. ഒന്നാമത് തന്നെ അത്ര വയസ്സായ ആൾക്കാർ കുട്ടികളുണ്ടാവില്ല എന്നുള്ളവർക്കായിരിക്കാം. ഏതായാലും അവർ അത്ഭുതകരമായൊരു സംഭവം എന്നുള്ളവർക്കാണ് അവിടെ അതിനെപ്പറ്റി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഭാര്യ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടാകും. ഇതിപ്പോ ഇസ്ഹാഖ് നബിനെ പറ്റി അവിടെ പറഞ്ഞേ. അതിന്റെ കുറച്ച് മുമ്പാണ് ഇസ്മായിൽ അലൈഹി സ്വലാം എന്ന കുട്ടി ഉണ്ടാകുന്നത്. അത് ഹാജറ ബീവിക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഏതായാലും ശരി, ഇതിപ്പോ പിന്നെ സാറാ ബീവിനെ പറ്റിയാ പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന് പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാം എന്ന കുട്ടി ഉണ്ടാകുമ്പോൾ 86 വയസ്സാണെങ്കിൽ അപ്പൊ തന്നെ അത്യാവശ്യം വയസ്സ്. പിന്നെ എത്ര കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്? ആര്? ഇബ്രാഹിം നബി. പിന്നെ മക്കയിൽ കൊണ്ടുപോയാക്കി. പിന്നെ നടക്കാനായപ്പോ അറുക്കണം എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. പിന്നെ അതിൽ നിന്ന് അള്ളാഹു മോചനം നൽകി, അറുക്കണ്ട, പരീക്ഷിച്ചതായിരുന്നു പറഞ്ഞു. പിന്നെന്തായി? മക്കയിൽ വീണ്ടും പോയി പണിയെടുക്കാനൊക്കെ പ്രായമായി. അദ്ദേഹവും മകനും പിന്നെ കൂടിയിട്ട് കഅബ നിർമ്മിക്കുകയാണ്. അതിനുശേഷം നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി. അപ്പോഴൊക്കെ ഇബ്രാഹിം നബി ഉണ്ട്. പ്രായപൂർത്തിയായി ഇസ്മായിൽ അലൈഹി സ്വലാം കല്യാണം കഴിച്ചു. അങ്ങനെ മകനെ സന്ദർശിക്കാൻ വരുന്നു. സഹീൽ ബുഖാരി ഉണ്ടല്ലോ, എന്തായാലും പറയുന്നത് മകനെ സന്ദർശിക്കാൻ വന്നു. അപ്പൊ മകനുണ്ടായിരുന്നില്ല, നായാട്ടിനോ വേറെന്തോ പ്രശ്നത്തിന് പോയതായിരുന്നു. അതുകൊണ്ട് എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയതാണ്. പിന്നെ എന്താ അവസ്ഥ ചോദിച്ചു. ഇവിടെ വളരെ മോശമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ എന്റെ മകൻ അല്ല, നിന്റെ ഭർത്താവ്, മകൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല, നിന്റെ ഭർത്താവ് വരുമ്പോ ഒരു കാര്യം പറയണം, ഈ വീടിന്റെ ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് പറയുക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇവര് വന്നു. ഭാര്യ പറഞ്ഞൊരു വയസ്സനായ ഒരാളോട് വന്നിരുന്നു. എന്തേ പറഞ്ഞു ചോദിച്ചു. നിന്നെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ വീടിന്റെ ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഈ സ്ഥിതി വളരെ മോശമാണ്. അപ്പൊ ഇസ്മായിൽ അലൈഹി സ്വലാം പറഞ്ഞു, അത് നിന്നെ മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വന്ന ആളിന്റെ വാപ്പയാണെന്ന്. പിന്നെ വേറൊരു കല്യാണം കഴിച്ചു. വേറൊരു കല്യാണം ഇസ്മായിൽ അലൈഹി സ്വലാം പിന്നെ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വാപ്പ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എത്ര വയസ്സായി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ആയുസല്ല ഞാൻ പറയുന്നത്. എന്നിട്ടും ഇതുപോലെ സംസാരിച്ചു. അപ്പോഴും ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിച്ചപ്പോൾ ഇവർ നല്ല സ്ത്രീയാണ്, അള്ളാന്റെ ദീനുമായി പോകാൻ പറ്റിയ ആളാണ്, അതുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടി മാറ്റരുതെന്ന് പറയണം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആയുസിന്റെ വിഷയത്തിൽ ആയുസ് പിന്നെ മുമ്പ് പിന്നെ നൂഹ് അലൈഹി സ്വലാം 950, പിന്നെ അങ്ങനെ കുറഞ്ഞുണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ ഉമ്മത്തിന്റെ ആയുസ് എത്രയാണ്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലും പിന്നെ റസൂലിന്റെ സഹാബികളും ശേഷമുള്ളവരും ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാരുടെ ആയുസ് അതിങ്ങനെയാ. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇല സബഈൻ. എന്റെ ഉമ്മത്തിന്റെ ആയുസ്
60നും 70നും ഇടക്കാണ്. ഖലീലും മൻ യതജാവസു ദാലിക്. അത് അപ്പുറം നിൽക്കുന്നവർ വളരെ കുറച്ചുണ്ടാവും. ചിലര് 60ന്റെ മുമ്പിൽ, വേറെ ചിലർ 70ന് ശേഷം. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആവറേജ് ആയുസാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആയുസ് നല്ല നിലക്ക് ദീർഘിക്കുക എന്നുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. നല്ല നിലക്ക് ആയുസ് വർദ്ധിക്കുക എന്നുള്ളത്. ആ നിലക്ക് നോക്കിയാലും പൂർണ്ണത മുമ്പാണെന്ന് ഞാൻ പറയുന്നത്. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വന്നേല്ലേ. അപ്പൊ ഇതുപോലെ ഏതൊരു വിഷയം എടുത്താലും ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അഖീദന്റെ വിഷയവും ഈ ഭൗതികന്മാർ പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ചില മുസ്ലിം ചിന്തകന്മാർ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭൗതിക കാര്യങ്ങളും സംസ്കാരങ്ങളും ആദർശങ്ങളും ഒക്കെ മുസ്ലിങ്ങളെ നേരം കെട്ട് വന്നപ്പോ ചിലതൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് പറയും പോലെ വിശ്വാസവും കാലത്തിനൊപ്പിച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ വിശ്വാസം അപൂർണമായിരുന്നു. പിന്നെ ഈ അഖീദയിൽ മാറ്റം വന്ന് അവസാനം ഉഷാറായി. ഇതിൽ മുസ്ലിം ചിന്തകന്മാർ പോലും ഉൾപ്പെട്ടു എന്ന് പറയാൻ കാരണം, ഇപ്പൊ അള്ളാഹു എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ആർക്ക്? അബ്ബാസ് മഹ്മൂദ് അഖാദ് എന്ന് പറയുന്ന ആള്. മൂപ്പര് പറയാണ്, ഇന്നൽ ഇൻസാന തറഖാഫിൽ അഖായിന, മനുഷ്യൻ വിശ്വാസത്തിന്റെ വിഷയത്തിൽ പുരോഗതി പ്രാപിച്ചു എന്നാ പറയുന്നത്. അപ്പൊ പണ്ട് പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വിശ്വാസം ഇങ്ങനെ ഉഷാറായി അവസാന കാലം നമ്മളെ കാലമായപ്പോ വിശ്വാസം ഉഷാറായതാണ്. ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, ഇസ്ലാമിൽ അഖീദയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനെ നമുക്ക് പറഞ്ഞിരുന്നതെന്ന് ചുരുക്കി പറഞ്ഞുതരാം. വിശ്വാസത്തിന്റെ ചരിത്രം ആദം അലൈഹിസ്സലാമെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ എല്ലാ നിലക്കും ലക്ഷണമൊത്ത രൂപത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ടോ അങ്ങോട്ടെത്തിയല്ലേ, അപ്പൊ മനുഷ്യന്റെ വിശ്വാസം, അതുപോലെ അവന്റെ ശരീരം, അവന്റെ ആയുസ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ചെടികൾ, പഴങ്ങൾ, ഇതൊക്കെ പൂർണ്ണത ആദ്യമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ചില വിഷയങ്ങളിൽ, ചില കണ്ടുപിടുത്തങ്ങളിലൊക്കെ മുമ്പില്ലാത്ത പിൽക്കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്നൊന്നതിനർത്ഥമല്ല. അതിലേക്ക് പരിശുദ്ധ ഖുർആൻ സൂചന നൽകുന്ന ഒരൊറ്റ കാര്യം ഞാൻ പറയാം. പണ്ട് കാലത്ത് വാഹനങ്ങളെ ഉപയോഗിച്ചത് എന്തായിരുന്നു? വൽ അൻആമ, സൂറത്തുൻ നഹ്ലിൽ പറയണം. പിന്നെ 5, 6 ഒക്കെ തുടങ്ങിയ ആയത്തുകളിൽ കന്നുകാലികൾ
ഖലഖഹാ ലക്കും, അവരെ അള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നതാണ് നാൽക്കാലികളെ. ഫിഹാ ദിഫ്ഉൻ വ മനാഫി, അതിൽ തണുപ്പിനൊക്കെ പ്രതിരോധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമുണ്ട്, വേറുള്ള ഉപയോഗങ്ങളുണ്ട്. വമിൻഹാ തൗക്കുൽ, അതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. വലക്കും ഫിഹാ ജമാൽ, നിങ്ങൾക്ക് ഒരു സൗന്ദര്യമുണ്ട് അതിൽ. ഹീന തസ്രീഹൂന ഹീന തസ്റഹൂൻ, അത് രാവിലെ പോകുമ്പോഴും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ. പിന്നെ അതിന്റെ വേറൊരു ഉപയോഗം പറയാം. വ തഹ്മിലു അസ്കാലക്കും, പിന്നെ നിങ്ങളുടെ ഭാരങ്ങൾ അവ വഹിക്കുന്നു. ഇലാ ബലദില്ലം തഖൂനു ബി ബാലിഗി ഇല്ലാ ബി ഷിഖിൽ അൻഫുസ്, ചില പ്രദേശത്തിലേക്ക് നാട്ടിലേക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിനൊക്കെ കഷ്ടപ്പാടില്ലാതെയാവാൻ അവര് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, അവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന റബ്ബക്കുല്ല റഊഫുർ റഹീം, നിങ്ങളെ റബ്ബ് അങ്ങേയറ്റം കൃപയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അതുപോലെ വൽ ഖൈല, പിന്നെ കുതിര, വൽ ബിഗാല, കോവർ കഴുത, വൽ ഹമീർ, കഴുത, ലി തെർക്കബുക, നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാനും, വസീന, അലങ്കാരത്തിനും. അപ്പൊ അന്നത്തെ വാഹനം പറയാം. പിന്നെ വാഹനത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നല്ലോ, അത് സൂചിപ്പിക്കണം. യഖ്ലുഖു മാ ലാ തഅലമൂൻ, ഇനി നിങ്ങൾ അറിയാത്തത് അള്ളാഹ് ഇനി സൃഷ്ടിക്കും. അപ്പൊ ചില ഭൗതിക കാര്യങ്ങളിലൊക്കെ മുമ്പില്ലാത്തത് പിൽക്കാലത്ത് ഉണ്ടാവുന്നതിനെതിരല്ല, നമ്മളെ അടിസ്ഥാനപരമായ വിഷയങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വിശ്വാസത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ല രൂപത്തിൽ, പൂർണ്ണ രൂപത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ താരീഖുൽ അഖീദ, അഖീദന്റെ ചരിത്രം, ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ചുരുക്കി പറയണേ. ആദം അലൈഹി സ്വലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചു, സ്വർഗത്തിൽ താമസിപ്പിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയെയും സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ സുഭിക്ഷമായി ഇവിടെ ഭക്ഷിക്കാം, പക്ഷെ ഒരു മരം, ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ സമീപിക്കാൻ പാടില്ല. പക്ഷെ പിശാച് വന്നു, ദുർമന്ത്രം നടത്തി. എന്ത് പറഞ്ഞു? അൽ അതുല്ലുക്ക അലാ ഷജറത്തിൽ ഖുൽദി വമുൽക്കില്ല യബുല, എന്തുകൊണ്ടാണ് ആ മരം വിലക്കിയെന്നറിയോ? അത് ഖുൽദിന്റെ മരാണ്, അതാണ് തിന്നാ പിന്നെ മരിക്കുന്ന പ്രശ്നമല്ല, ആധിപത്യം പോവില്ല, അതുകൊണ്ടൊക്കെയാ വിലക്കി. ഇത് നിരന്തരം ദുർബോധനം നടത്തി അവസാനം ശൈത്താൻ പറയണ, ഇബ്ലീസ് പറയണത് ആദം അലൈഹിസ്സലാം കേട്ടു, അള്ളാന്റെ വിലക്ക് ഒഴിവാക്കി. അങ്ങനെ ആദം അലൈഹിസ്സലാമിന് തെറ്റുപറ്റി. ആ നേരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഖുൽന ഹബിത്തു മിൻഹാ ജമിയ, എല്ലാവരും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇബ്ലീസിനോടൊക്കെ പറയുന്നു, ആദം അലൈഹിസ്സലാമിനോടും ഭാര്യനോടൊക്കെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഫൈമ ഏത്തിയന്നക്കും മിന്നി ഹുദ, പിന്നെ പറയാൻ, ഇനി ഈ തറവാട്ടിക്ക് തന്നെ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താ അതിന്റെ നിബന്ധന? ഇനി ഞാൻ എന്ത് ചെയ്യും? ഹുദ നിങ്ങൾക്ക് പറഞ്ഞയച്ചു തരും, ഹുദ നിങ്ങൾക്ക് വരും, നേർമാർഗം. ഫമൻ തബിയ ഹുദായ, ആ സമയം എന്റെ നേർമാർഗം, ഞാൻ അയക്കുന്ന സന്ദേശം ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനുൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. അപ്പൊ ഇനി ആ സ്വർഗത്തിൽ തിരിച്ചെത്താനുള്ള പണി എന്താ? അള്ളാഹ് സന്ദേശം തരും, അതനുസരിച്ച് ജീവിച്ചാൽ മതി. എന്നാൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല, ഈ സ്വർഗത്തിലേക്ക് അവർക്ക് തിരിച്ചെത്താം. എന്നാൽ അതിന് തയ്യാറില്ലെങ്കിലോ, വല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ഇതൊന്നും സ്വീകരിക്കാത്തവർ, കസ്സബൂബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ, ഉലായിക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആൾക്കാരാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ സ്ഥിരവാസികളാണ്. സൂറത്തുൽ ബഖറ 38-39 ആയത്താണ്. അപ്പൊ പുറത്താക്കുമ്പോ അവരോട് പറയുന്ന കാര്യമാണ്, ഇനി സ്വർഗത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ച് ജീവിക്കുക. സൂറത്ത് ത്വാഹയിൽ ഇങ്ങനെയാണ്, ഖാല ഹബിത്ത മിൻഹ ജമിയ, രണ്ടാളോടും പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങി പോവുക. ബാലുക്കും ലി ബാലിൻ അദു, ചിലർക്ക് ശത്രുക്കളാണ്. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളും മറ്റതൊക്കെ ആയിട്ട് പിന്നെ വരും. ഈ ലോകത്തിന്റെ അവസ്ഥയാണ്. ഈ ഭൂമിയിലേക്ക് അവരിറങ്ങി, ഇതൊന്നും ഇല്ലാത്ത ലോക സ്വർഗലോകം എന്ന് പറയണേ. ഇവിടെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കുറച്ചു കാലം. ഫൈമ ഏത്തിയന്നക്കും മിന്നി ഹുദ, ഭൂമിയിൽ നിങ്ങൾ താമസിക്കുമ്പോ എന്റെ അടുത്തുനിന്ന് എന്താവും? ഹുദ വരും, സന്മാർഗം വരും. ആ നേരം ഫമനിത്തബ ഹുദായ, ആ നേർമാർഗം, എന്റെ നേർമാർഗം ആര് പിന്തുടർന്നുവോ, ഫലാ യളില്ലു വലാ യഷ്ക, അവൻ വഴികേടിലാവുകയില്ല, അവന് ദൗർഭാഗ്യം ഉണ്ടാവുകയില്ല, അവന് സൗഭാഗ്യത്തിന്റെ ആളാം. ഇനി വമൻ ആറലാൻ ദിക്കിരി, ഇനി എന്റെ ഉത്ബോധനം അനുസരിച്ച് ജീവിക്കാൻ ആരും തയ്യാറില്ലെങ്കിലോ, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിലോ, ഫഇന്നലഹു മഈശത്തൽ ലങ്ക, തീർച്ചയായും അവൻ ഇടുങ്ങിയ ജീവിതമായിരിക്കും. ഇവിടെ ഉണ്ടാവില്ല, പരലോകത്തിൽ പിന്നെ വളരെ മോശമായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, അവനെ നമ്മൾ പരലോകത്തിൽ കൊണ്ടുവരല എങ്ങനെയാ? അന്ധനായിട്ടാണ്.
കാരണം അള്ളാന്റെ ഉത്ബോധനം അതിന്റെ നേരെ അന്ധത കാണിച്ചു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അള്ളാന്റെ ഹുദ ഈ ലോകത്തുണ്ട്. ഒരു കാലത്തും ഈ ഹുദല്ലാത്തൊരവസ്ഥ വരൂല, സന്മാർഗം. പക്ഷേ മിക്കവാറും ആൾക്കാർ അതിന്റെ നേരെ അന്ധത കാണിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് അവൻ അള്ളഹാനോട് ചോദിക്കുകയാണ് അവിടെ വെച്ച്, കാല റബ്ബി ലിമ ഹശർത്തനി അഅമ, എന്റെ റബ്ബെ എന്തിനാണ് എന്നെ അന്ധനാക്കി നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുൻതു ബസീറ, എനിക്ക് കണ്ണ് കണ്ടിരുന്നല്ലോ ദുനിയാവില്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, കാല കദാലിക അത്തത്ക ആയാത്തുന, അപ്രകാരം എന്റെ ആയത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്റെ നിർമാർഗം നിനക്ക് വന്നിരുന്നു. ഫനസീത്ത്, അത് നീ മറന്നു ജീവിച്ചു. വഖദാലികൽ യൗമ തുൻസ, അതുകൊണ്ട് അപ്രകാരം നീയും ഇവിടെ മറക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് പിന്നെ തോഹയിൽ 126, 123 26 വരെയുള്ള വചനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയിട്ട് അദ്ദേഹത്തിന് അള്ളാഹു സന്ദേശം കൊടുത്തല്ലോ, അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ജീവിച്ചതും അദ്ദേഹത്തിന്റെ സന്തതികൾ ജീവിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ആദ്യത്തെ തലമുറ അൽ ജീലുൽ അവ്വൽ എന്ന് പറയും, ഒന്നാമത്തെ തലമുറ, അത് കാനു അല തൗഹീദ്, അവരൊക്കെ തൗഹീദിലായിരുന്നു. അവർക്ക് ആ തറവാട്ടിക്ക് തിരിച്ചു പോകണം എന്ന ചിന്ത അതിശക്തമായിരുന്നു. അതുകൊണ്ട് ശുദ്ധമായ ദീനിലായിരുന്നു അവരുണ്ടായിരുന്ന ആദ്യത്തെ തലമുറ. അങ്ങനെ ഈ തലമുറ ആദം അലൈഹിസ്സലാമിൽ നിന്ന് അള്ളാഹ് പിന്നെ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാക്കി. അവര് മുഴുവനും തൗഹീദിലായിരുന്നു എന്നാണ്, ശുദ്ധമായ തൗഹീദിൽ. കമാ ഖാല അല്ലാഹു തആല, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. എങ്ങനെയാ പറഞ്ഞത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങളെല്ലാം ഒരൊറ്റ സമൂഹമായിരുന്നു. എല്ലാവരും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒറ്റ സമൂഹമായിരുന്നു. ഐ അല തൗഹീദ് വദ്ദീനിൽ ഹഖ് എന്നാണ് അതിന്റെ വിശദീകരണം പറഞ്ഞത്. ശുദ്ധമായ തൗഹീദിൽ, സത്യദീനിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഇസ്ലാം ദീനിലായിരുന്നു. ആദ്യത്തെ തലമുറകൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവർ അഭിപ്രായ വ്യത്യാസത്തിലായി. ആ സമയം അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ നബിമാരെ പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് അള്ളാഹ് തന്റെ വാക്ക് പാലിക്കാൻ അങ്ങനെ ഫബഅസല്ലാഹു നബിയീന, ജനങ്ങൾ വ്യതിയാനം പറ്റിയപ്പോ, അവർക്ക് വ്യതിയാനം സംഭവിച്ചപ്പോ അള്ളാഹ് അവരിലേക്ക് അമ്പിയാക്കളെ പറഞ്ഞയച്ചു. മുബശ്ശിരീന, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകന്മാർ, മുൻദിരീന, അതുപോലെ താക്കീത് നൽകുന്ന പ്രവാചകന്മാർ, അങ്ങനെയുള്ള അമ്പിയാക്കളെ പറഞ്ഞയച്ചു. അൻസലമാഹും അൽ കിതാബ്, ഈ അമ്പിയാക്കളുടെ കൂടെ അവൻ വേദഗ്രന്ഥവും ഇറക്കിക്കൊടുത്തു. ബിൽ ഹഖി, എന്തിൽ യഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി, ഈ സത്യവേദഗ്രന്ഥം എന്തിനാ ഇറക്കിയത്? ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം, ആ വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളകലും സത്യദീനിന്ന്. അപ്പൊ വീണ്ടും പ്രവാചകനയക്കും, വേദഗ്രന്ഥം അയക്കും, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി വ്യതിചലിച്ചു പോയ സത്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നബിമാരെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞയക്കും. സഹീഹ് ബുഖാരിയിൽ ഇങ്ങനെ കാണാൻ കഴിയും നമുക്ക്. ഇബ്നു അബ്ബാസ് പറയാൻ, കാന ബൈന ആദം വനൂഹ്, ആദം നബിക്കും അതുപോലെ നൂഹ് നബിക്കും ഇടയിൽ എഷറത്തു ഖുറൂൻ, 10 തലമുറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 നൂറ്റാണ്ട്. അപ്പൊ ആദം നബിക്കും നൂഹ് നബിക്കും ഇടയിലുള്ള 10 നൂറ്റാണ്ട് എങ്ങനെയാ? കുല്ലുഹും അലൽ ഇസ്ലാം, മുഴുവൻ ഇസ്ലാമിലായിരുന്നു. അപ്പൊ ഈ വിഷയത്തിൽ പൂർണ്ണത. ഇത്ര 10 തലമുറ എന്ന് പറഞ്ഞാൽ പിന്നെ 10 നൂറ്റാണ്ട്, കർണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് എന്നാണ് ഒരർത്ഥം പറയാം. അപ്പൊ ഒരു നൂറ്റാണ്ട് 100 കൊല്ലാണല്ലോ. അപ്പൊ 1000 കൊല്ലം ശുദ്ധമായ ഇസ്ലാമിൽ ഒരു പക്ഷേ ആ കാലത്തേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം കഴിഞ്ഞ് സഹാബികളുടെ കാലമായപ്പോ തന്നെ പ്രശ്നം തുടങ്ങിയിട്ടില്ലേ? ആലോചിച്ച് നോക്കി. ഫിത്ന ഏതുവരെയാ ഇല്ലാതിരുന്നത്? ഉമർ ഖത്താബ് വരെ. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മുമ്പിൽ, ഫിത്നന്റെ മുമ്പിൽ ഒരു വാതിലായി നിൽക്കുന്നത് ഉമർ ഖത്താബാണ്. അത് റസൂൽ സൂചന നൽകിയിട്ടുണ്ട് ഹുദൈഫന്റെ ഹദീസിൽ. ഇത് ഉമർ ഖത്താബിന് തന്നെ ഹുദൈഫ പറഞ്ഞു കൊടുക്കുകയാണ്. ആ നേരം ഉമർ ഖത്താബ് ചോദിച്ചു, ആ യുക്സറുൽ ബാബു അം യുഫ്തഹു, ആ മതിൽ അല്ലെങ്കിൽ ആ വാതിൽ തകർക്കപ്പെടുകയാണോ ചെയ്യുക, അതല്ല തുറക്കപ്പെടുകയാണോ എന്ന് പറഞ്ഞാൽ ഈ ഉമർ ഖത്താബ് കൊല്ലപ്പെടുവോ, രക്തസാക്ഷിയാവോ, അതല്ല അത് അങ്ങനെയല്ലാതെയാവോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ റസൂല് പറഞ്ഞത് കൊല്ലപ്പെടും, തകർക്കപ്പെടും. അതിനുശേഷം പിന്നെ ഫിത്തനകളായില്ലേ? ജൂതന്മാർ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഇതിലേക്ക് കടന്നുകൂടി. അതുപോലെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നുള്ള പേരിൽ കടന്നുകൂടി ഇതിനുള്ള പ്രശ്നങ്ങൾ തോന്നിയാണ്. ഷിയാക്കളുണ്ടായി, ഖവാരിജികളുണ്ടായി, സൂഫികളുണ്ടായി, എന്തെല്ലാം വകുപ്പുകളായി പിന്നെ മാറി.
അപ്പൊ ഞാൻ പറയുന്നത് ഇതാ, ആദം അലൈഹിസ്സലാമിനും അതുപോലെ നൂഹ് നബിക്കും ഇടയിൽ 10 നൂറ്റാണ്ട് കുല്ലുഹും മുഴുവനും അലൽ ഇസ്ലാമിലായിരുന്നു, ശുദ്ധമായ അഖീദയിലായിരുന്നു. ഇവിടെ ഈ നൂറ്റാണ്ടിന് പണ്ഡിതന്മാർ പറയാം, കർണ് എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. ഒന്ന് തലമുറ എന്നും പറയും. നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം നമുക്ക് ഉറപ്പിക്കാം. തലമുറ എന്ന് പറഞ്ഞാലോ 1000 കൂടാൻ സാധ്യത ഉണ്ട്. കാരണം അന്നത്തെ ആ ദീർഘായുസിനെ പറ്റി നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ആയുസ് കൂടാൻ സാധ്യത. ഒരു തലമുറ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ 100 കൊല്ലത്തിനേക്കാൾ വരും. കർണ് തലമുറക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ശുദ്ധ ഖുർആൻ പറയാം, വകം അഹ്ലക്കിനാ മിനൽ ഖുറൂൻ മിൻ ബഅദി നൂഹിൻ, സൂറത്ത് ഇസ്രാ 17-ാമത്തെ ആയത്താണ്. നൂഹ് നബിക്ക് ശേഷം എത്രയെത്ര തലമുറകളെ നമ്മൾ നശിപ്പിച്ചു. അത് വർഷങ്ങളെ നശിപ്പിച്ചു എന്നല്ലല്ലോ, തലമുറകളെ നശിപ്പിച്ചു എന്നതിനർത്ഥം. അതുപോലെ സുമ്മ അൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖിരീൻ, അവർക്ക് ശേഷം വേറൊരു തലമുറയെ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ കർണ് എന്നതിന് തലമുറ എന്നർത്ഥം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കർണിന് നൂറ്റാണ്ടെന്നും പറയും. നൂറ്റാണ്ടാണെങ്കിൽ 1000 കൊല്ലം ശുദ്ധമായ തൗഹീദിലായിരുന്നു. തലമുറയാണ് 1000-ൽ കൂടുതൽ എന്നും ഇതിനർത്ഥം വരാൻ വഴിയുണ്ട്. അപ്പൊ ഏതായാലും ശരി, അത്ര കാലം ശുദ്ധമായ ഇസ്ലാമിൽ നിലകൊണ്ടൊരു ചരിത്രം ലോക ചരിത്രത്തിനുണ്ട്. അത് ആദ്യ തലമുറ മുതൽ ഈ 10 തലമുറ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അഖീദന്റെ വിഷയത്തിൽ ഇവര് ചില മുസ്ലിങ്ങൾ വരെ പറയാം അതിൽ പുരോഗതി പ്രാപിച്ചു, പണ്ട് നാഖിസായിരുന്നു, പണ്ട് ചുരുങ്ങിയതായിരുന്നു, പിന്നെ അതിൽ ഉഷാറായി വന്നതാണ്, അപൂർണമായത് പൂർണ്ണതയിലേക്ക് എത്തിയെന്നൊക്കെ മനുഷ്യന്റെ നിലവിലുള്ള അവസ്ഥയെ പരിഗണിച്ചിട്ട് ആൾക്കാർ നിഗമനത്തിലെത്തുകയാണ്. ഇസ്ലാം അങ്ങനെയല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ചരിത്രത്തിൽ ആദ്യത്തെ വ്യതിയാനം സംഭവിക്കാൻ പോവാണ്. ഇതിന് ശേഷം ഈ 10 നൂറ്റാണ്ടിന് ശേഷം അല്ലെ 10 തലമുറകൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യ വ്യതിയാനം. ആ വ്യതിയാനം ഏത് വിഷയത്തിലാണെന്നറിയോ? അത് അൽ ഗുലൂബ് ഫി തഅലീമി സ്വാലിഹീന, മഹാന്മാരായ മനുഷ്യന്മാർ അവരുടെ വിഷയത്തിൽ അതിര് കവിയൽ. അങ്ങനെയാണ് വ്യതിയാനം ലോക ചരിത്രത്തിൽ ആദ്യം തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അവരെ അമിതമായി സ്നേഹിച്ചു, പിന്നെ അവരെ പിന്നാലെ സ്നേഹം കൂടി, അത് ഭക്തി, പിന്നെ ഇസ്ലാം അതിർത്തി വെച്ച സ്നേഹത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു. പിന്നെ അത് വന്ന് അവസാനം അവർക്ക് ഇബാദത്ത് ചെയ്യുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നർത്ഥം. അതിനെപ്പറ്റി സഹീൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്. ഇമാം ഇബ്നു അബ്ബാസ് ഒരായത്ത് വിശദീകരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലെ 23-ാമത്തെ ആയത്തിന്റെ വിശദീകരണം. എന്താ ആയത്തിലുള്ളത്? വഖാലു, അവര് പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത പറയണം, ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിഗ്രഹങ്ങളെ ഒഴിവാക്കാനേ പാടില്ല. ഒരിക്കലും ഒഴിവാക്കരുത്, വിഗ്രഹങ്ങൾ ഒഴിവാക്കരുത്. വലാ തദറുന്ന വദ്ദ, വിഗ്രഹങ്ങളെ പേര് പറയണം. പിന്നെ നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കാൻ പാടില്ല. വലാ സുവാൻ ഒഴിവാക്കരുത്. വലാ യഗൂസിനെ ഒഴിവാക്കരുത്. അതുപോലെ യഊഖ് വനസ്റ, യഊഖിനെ നസ്റിനെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. എന്നിട്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തില് ഇബ്നു അബ്ബാസ് വിശദീകരിച്ചു തരാണ്. ഹാദിഹി, ഈ പറഞ്ഞതൊക്കെ വദ് സുവാ എന്ന് എണ്ണി പറഞ്ഞല്ലോ, ഇതൊക്കെ അസ്മാഉ റിജാലിൻ സ്വാലിഹീന, നല്ല മനുഷ്യന്മാരുടെ പേരുകളാണ് ഇതൊക്കെ. ഇതൊന്നൊരു വിഗ്രഹത്തിന്റെ പേരല്ല, ശരിക്കും മുമ്പ് മരിച്ചുപോയ നല്ല മനുഷ്യരായിരുന്നു. മിൻ ഖൗമി നൂഹ്, നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള, അല്ലെങ്കിൽ അദ്ദേഹം വരുന്നതിനെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനതയിൽ ഞാൻ പറഞ്ഞു 10 നൂറ്റാണ്ട് നല്ല തൗഹീദുള്ള ജനങ്ങളായിരുന്നു. അതിൽ വളരെ നല്ല ആൾക്കറിയപ്പെട്ട കുറച്ച് ആൾക്കാർ വദ് സുവാ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഈ വിഷയത്തിൽ ഇവർ അതിര് കവിഞ്ഞു, ഈ വ്യക്തികളുടെ വിഷയത്തിൽ. അങ്ങനെ ഫലമ്മ ഹലക്കു, ഈ വദ് സുവാ യഊസ് യഊഖ് എന്ന് പറഞ്ഞു ഇവർ മരിച്ചു പോയപ്പോ ഔഹ ശൈത്താന്, പിശാജ് ദുർബോധനം നടത്തി. പിശാജിന്റെ വാഹി അതാണ് ദുർബോധനം. ഇലാ ഖൗമിഹിം, ഇവരുടെ ജനങ്ങളോട്. ഇവർക്ക് ഈ നേതാക്കൾ ഇഷ്ടമായതുകൊണ്ട് ആ അണികൾക്ക് ശൈത്താൻ വഹി കൊടുക്കുകയാണ്. അനിൻസിബു ഇലാ മജാലിസിഹിം, അവരുടെ മജ്ലിസ് സദസ്സുകളിൽ, വലിയ സദസ്സൊക്കെ കൂടുമ്പോൾ അവിടെ ഒരു അലങ്കാരം എന്ന നിലക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇവരുടെ രൂപം ഉണ്ടാക്കി വെക്കുക. അതാണ് അൻസാബ എന്ന് പറയുന്നത്. എന്നിട്ട് സമ്മഹുവ ബിഅസ്മാഇൻ, ആ പ്രതിഷ്ഠകൾക്ക്, ഈ വദ്ദിന്റെ പ്രതിഷ്ഠക്ക് വദ് എന്ന് പേരിട്ടു, സുവാവിന്റെന് സുവാവ് എന്ന് പേരിട്ടു, അങ്ങനെ ഓരോ അതിന്റെ പേരിട്ടു. ഇപ്പൊ ഫയല് അങ്ങനെ ശൈത്താൻ പറഞ്ഞതനുസരിച്ച് അവരെന്ത് ചെയ്തിട്ടുള്ളൂ? അവരിങ്ങനെ രൂപം ഉണ്ടാക്കി ആ പേര് വെച്ചു. ഫലം ദുബൽ, അന്നൊന്നും ഈ പ്രതിമകളെ ഇവർ ആരാധിച്ചിരുന്നില്ല. പക്ഷെ ഹെത്ത ഇതാ ഹലക ഉലായിക്ക, ഈ ആരാധിക്കാത്ത മനുഷ്യന്മാർ ഓലും മരിച്ചു പോയപ്പോഴോ വൻതസഹൽ ഇൽമു, പിന്നെ ഇൽമു പോയി, ഇൽമു കുറഞ്ഞു പോയി, ശരിക്കുള്ള ഇൽമൊക്കെ പിന്നെ കുറഞ്ഞു വന്നു. അപ്പൊ ഉബിദത്ത്, ഈ
പ്രതിഷ്ഠകളെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇവരാരാധിക്കണ കാലത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല നൂഹ് നബിനെ പറഞ്ഞയക്കുന്നത്. അതുവരെ വ്യതിയാനം പറ്റാത്ത ആൾക്കാര് ഇബ്ലീസ് ഏറ്റവും കഷ്ടപ്പെട്ട കാലം അതായിരിക്കും. കാരണം ഇവരൊന്ന് തെറ്റിക്കാൻ പല പണികൾ നോക്കിയിട്ട് അവസാനം അയാൾ കിട്ടിയതാണ് എന്ത്, നല്ല ആൾക്കാരെ അമിതമായി സ്നേഹിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് തന്നെ ഇബാദത്തും നേർച്ച വഴിപാടുകളും അർപ്പിക്കാവുന്നൊരവസ്ഥയിലേക്ക് ഇബ്ലീസ് അവരെ എത്തിച്ചു. ആ നേരം വ്യതിചലിച്ചാൽ പിന്നെ അള്ളാഹിന്റെ ഒരു കരാറുണ്ട്. എന്താ? ജനങ്ങൾ ഇഖ്തിലാഫിലായാൽ അള്ളാഹ് എന്ത് ചെയ്യും? അമ്പിയാക്കളെ പറഞ്ഞയക്കും. അങ്ങനെയാണ് ഫർസലല്ലാഹു ഇലൈഹിം അവ്വല റുസുലിഹി മിസ്താഖൽ ലിവഅദിഹി തആല ലിആദം. ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹ് വഅദ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഹുദങ്ങനെ കൊടുത്തയക്കും, ഹുദങ്ങനെ പറഞ്ഞേക്കും, സന്മാർഗം. അങ്ങനെ ആദ്യത്തെ റസൂലിന് സന്മാർഗം കൊടുത്തയക്കാണ്. അപ്പൊ ലോക ചരിത്രത്തിൽ വന്ന ആദ്യത്തെ റസൂൽ എന്ന നിലക്ക് അറിയപ്പെടുന്നത് നൂഹ് നബി എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ തെളിവും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ. വഫി സഹീഹി സഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് ഇങ്ങനെ: ഇന്നന്നാസ യഅ്തൂന ബഅദ ആദം. ജനങ്ങളൊക്കെ ആദം നബിയുടെ അടുത്ത് ചൊല്ലും. ആദ്യം മഹ്ശറ ലോകത്തുള്ള സംഭവമാണ്. തൊട്ടുമുകളിൽ സൂര്യനുണ്ടാവും, വിചാരണക്ക് എടുക്കുന്നില്ല, ആകെ പ്രശ്നം. കുറെ കാലം കഴിഞ്ഞപ്പോൾ അവര് ഒരു വിചാരണക്ക് എടുക്കണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരടുക്കൊന്ന് പോയി നോക്കുക. ആദ്യം ആദം നബിന്റെ അടുത്ത് പോയപ്പോ ആദം നബി ഒഴിഞ്ഞു മാറിയ സംഭവം നിങ്ങൾക്കറിയാം. പിന്നെ അവർ ചെല്ലുന്നതോ, നിങ്ങൾ നൂഹ് നബിന്റെ അടുത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞു ആദം നബി. അങ്ങനെ ഇവർ നൂഹ് നബിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ജനങ്ങൾ പറയാ നൂഹ് അലൈഹി സ്വലാമിനെ വിളിക്കാൻ, അൻത അവ്വലു റസൂൽ, നിങ്ങളാണ് ആദ്യത്തെ റസൂൽ. ഇലല്ലാഹി, ഭൂമിയിൽ വന്ന ആദ്യത്തെ റസൂൽ നിങ്ങളാണ്. സമ്മാക്കല്ലാഹു അബ്ദൻ ഷക്കൂറ, നിങ്ങളെ അല്ലാഹ് അബ്ദുൻ ഷക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നന്ദിയുള്ള അടിമ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്ദിയുള്ള അടിമ എന്ന് നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോടൊന്ന് പറയണം വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒഴിഞ്ഞു മാറും എന്നുള്ള സംഭവമൊക്കെ നമുക്കറിയാം. അപ്പൊ ഏതായാലും ശരി, ഇവിടെ ആദ്യത്തെ റസൂൽ, ആ റസൂലിനെ ഭൂമിയിലേക്ക് അള്ളാഹ് പറഞ്ഞയക്കാം. ഇനി റസൂൽ നബിയുള്ള വ്യത്യാസം നമ്മൾ അമ്പിയാക്കളെ പറ്റി പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് അവിടെ പറയും. ഈ നൂഹ് അലൈഹിസ്സലാം എന്താ ചെയ്തത്? ലോകത്ത് അഖീദന്റെ ചരിത്രബി പറയുന്നത് പരിശുദ്ധ ഖുർആൻ. എന്താ നൂഹ് അലൈഹിസ്സലാം ചെയ്തത്? ഇസ്ലാമിന്റെ അടിത്തറ തന്നെ. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിനെ തന്റെ ജനതയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നീലക്കും നദീറു മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. അതുകൊണ്ട് അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, വേദനയേറിയ ശിക്ഷ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ അള്ളാഹ് അല്ലാത്തവരെ ആരാധിച്ചു പോയാൽ നിങ്ങളുടെ ഭാവി മഹാ അപകടത്തിലേക്കാണ്. എഅ്ബുദുല്ലാ, നിങ്ങൾ ആരാധിക്കുക അള്ളാഹുവിനെ. മാലക്കുമിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ വേറൊരു ആരാധ്യം നിങ്ങൾക്കില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. അത് സൂറത്ത് അഅറാഫ് 59 ആദ്യത്തെ ആയത്തോ സൂറത്ത് ഹൂദിലുള്ളതാണ്, നൂഹ് നബിയെ പറ്റി പറയുന്ന ഭാഗത്തുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ ഒരു ദിവസം, മഹാദിവസം വരാണ്ട് അന്നത്തെ ശിക്ഷ ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കരുത്. ലോകത്തെ ആദ്യ റസൂല് വന്നിട്ട് ശുദ്ധമായ അഖീദ. അപ്പൊ ആദ്യം ബഹുദൈവത്വം, പിന്നെ ഇങ്ങനെ വന്ന് അവസാന ഏകദൈവത്വം എന്നൊക്കെ പറയുന്ന, അതിലും പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനൊക്കെ ഇത് എതിരാണ്. യാ ഖൗമി ഇബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ വേറൊരു ആരാധ്യം നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ? ഇങ്ങനെ ഇദ്ദേഹം ഈ കാര്യം ദഅവത്ത് നടത്തുമ്പോൾ ജനങ്ങളുടെ അവസ്ഥ എന്താ? ഇത് ലോക ചരിത്രത്തിന്റെ അവസ്ഥ തന്നെ, ഇന്നുള്ള മാതിരി തന്നെ. എന്താ ജനങ്ങള്? ഒന്ന്, അദ്ദേഹത്തെ വിശ്വസിച്ച് സമൂഹത്തിലെ ദുർബലരായ പാവപ്പെട്ട ആൾക്കാരാണ്, ദുർബലര്. അങ്ങനെയായിരുന്നു. വമാൻ അറാക്ക തബാക്ക ഇല്ലല്ലദീനഹും അറാദിലുന ബാദിയർ, അവര് പറഞ്ഞൊരു പരാതിയാ, നൂഹ നീ പറയണേ ഞങ്ങളെങ്ങനെ വിശ്വസിക്കുക? നിന്നെ പിന്തുടർന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ ദുർബലരാണ്, താഴേക്കിടയിലുള്ളവരാണ്. അവരഭിപ്രായം പറയാൻ പറ്റുന്നവരൊന്നുമല്ല. ഇതൊക്കെ സൂറത്ത് ഹൂദിലുള്ളതാണ്. നൂഹ് അലൈഹി സ്വലാമിനെ പറ്റി കുറെ പറഞ്ഞിട്ടുണ്ടായി, 27-ാമത്തെ ആയത്ത്. അതുപോലെ പിന്നെ അവരുടെ ഒരു പ്രശ്നം എന്താ? ആ പ്രബോധിത ജനങ്ങളുടെ അവസ്ഥ പിന്നെന്താ? അവർക്കൊരു അത്ഭുതം, ഇതെന്താ റസൂലാണ്, അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞിട്ട് എന്തൊരു മനുഷ്യൻ വരുന്നത്? പിൽക്കാലത്ത് ഒന്നൊക്കെ
റസൂലിന്റെ കാലത്തൊക്കെ വേറുള്ള ആൾക്കാർ പറഞ്ഞ പരാതി തന്നെ. ഏത് റസൂല് വരുമ്പോഴും അവർ വേറെ ജനങ്ങളുടെ പ്രശ്നം എന്താ, ഒക്കെ ഒരേമാതിരി തന്നെയാണ് അർത്ഥം. ഇതെന്താണ് ഒരു മനുഷ്യനെ പറഞ്ഞയക്കുന്നത്? വമാൻ അറാക്ക ഇല്ലാ ബഷറം മിസ്ലന, നിങ്ങൾ ഞങ്ങളെ മാറിലൊരു മനുഷ്യൻ മാത്രമാണ്, അതുകൊണ്ട് അംഗീകരിക്കൂല എന്ന പിന്നുള്ളൊരു കാര്യം. അത് പല സ്ഥലത്തും അവർ പറഞ്ഞിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു അൻസലമലായിക്ക് അള്ള ഉദ്ദേശിച്ചാണെന്ന് മലക്കനിറക്കിക്കൂടെ റസൂലായിട്ട്. പിന്നെ അവരുടെ വേറൊരു ആവശ്യം എന്താ, ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇതൊന്നും പിന്നെ എന്താ വേറൊരു ആവശ്യം എന്ന് പറഞ്ഞ ആവശ്യം പരിഗണിച്ചാൽ ഒരു വിശ്വസിച്ചോളണമെന്നൊന്നുമില്ല. വേറൊരു ആവശ്യം എന്തെന്നറിയോ, നിന്റെ കൂടെ ലോഫാക്കളാണ് പാവങ്ങളെ ഓല ആട്ടിവിടണം എന്നാ പിന്നെ പറയണം. പാവങ്ങളൊക്കെ വിശ്വസിച്ചത്, അവരടിയിൽ നിന്ന് അതൊക്കെ ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരൂല, ഞങ്ങളൊക്കെ വലിയ തറവാടും കുഷാറുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് നിന്നെ ഇപ്പൊ വിശ്വസിച്ച ആൾക്കാർ പാവങ്ങളാണ്, അതുപോലെ ദുർബലരാണ്. അത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു വമാ അനബി തോരിദില്ലതിനാമനു, വിശ്വാസികളെ ആട്ടിവിടുന്ന പ്രശ്നം തന്നെയല്ല. ഇന്നവും മുലാഖു റബ്ബിന് സൂറത്ത് ഹൂദിൽ 29 അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. അള്ളാന്റെ ദീനില് പിന്നെ തറവാടും സൗന്ദര്യവും വേറൊന്നുമല്ല, മറിച്ച് ആർക്കാണോ ഈമൾ, ആരാണ് റബ്ബ് ആകാശം നിന്ന് ഇറക്കിയ സന്ദേശം അനുസരിച്ച് ജീവിക്കണേ, അവന്റെ നിറം കറുപ്പാണെങ്കിലും, അവന് വൈകല്യമുള്ള ആളാണെങ്കിലും, അവന് വളരെ ദുർബലനാണെങ്കിലും, അവന് യാതൊരു തറവാടില്ലെങ്കിലും അള്ളാന്റെ അടുത്ത് ഏറ്റവും ഉയർന്ന ആൾക്കാർ അവരാണ്. അതുകൊണ്ട് ഈ നല്ല മനുഷ്യന്മാർ, ഈ ഹുദ സ്വീകരിച്ചവരെ ആട്ടിവിടുന്ന പ്രശ്നേ ഇല്ല. ഏതായാലും ഇങ്ങനെ അദ്ദേഹം രാപ്പകൽ ഭേദമന്യേ ദാവത്ത് നടത്തിയെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദാവത്തി ഖൗമി ലൈലം വനഹാറ, രാത്രിയും പകലുമൊക്കെ എന്റെ ജനങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ തർക്കിക്കും, അദ്ദേഹത്തെ ഇവർ എതിർക്കും. അങ്ങനെ ഫലബിസഫീം അൽഫസനത്തിൻ ഇല്ലാ 50 ആമ, അദ്ദേഹം 950 കൊല്ലം അവരുടെ ഇടയിൽ കഴിച്ചുകൂട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ 14 ആയത്തിൽ പറയുന്നുണ്ട്. അവസാനം എന്തു ചെയ്തു? ഇവര് നന്നാവില്ല, അത്രയും കൊല്ലം കഴിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു മാറ്റൂല. അപ്പൊ എന്തു ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. വകാല നൂഹുർ റബ്ബ്, നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ റബ്ബേ ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഈ കാഫിറുകളിൽ നിന്ന് ഒരൊറ്റ പൗരനെയും നീ ഭൂമിയിൽ ഇനി വിട്ടേക്കരുത്. ഇന്നക്കൈൻ തദറുഹും, നീ അവരെ ഇനിയും ഇവിടെ അവശേഷിപ്പിക്കുകയാണെങ്കിൽ യുളില്ലു ഇബാദക്ക, നിന്നിൽ വിശ്വസിച്ച നല്ലവരെയും അവർ വഴിപഴവിലാക്കും. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, അവരെ കൂട്ടത്തിൽ ഇനി ജനിക്കുന്നവരും തനി തമ്മാടികളാണ്, തനി നിഷേധികളായിരിക്കും. ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ, അതുകൊണ്ട് ഇനി ഇവരെ മുഴുവനും നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥന അവർ സ്വീകരിച്ചു. അവരെ വലിയ ജലപ്രളയം മുഖേന അവരെ മുക്കിക്കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രക്ഷപ്പെടുത്തിയവരോ, അത് കപ്പിൽ രക്ഷപ്പെട്ടവരോ, അതാ ഫലം യബ്ഖ ഇല്ലൽ മുവഹിദൂൻ, ബാക്കിയുള്ളത് മുവഹിദുകൾ മാത്രം, ശുദ്ധമായ ഇസ്ലാമിന്റെ ആൾക്കാർ ബാക്കി, തൗഹീദുള്ള ആൾക്കാർ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴോ, അന്ന് ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പല്ലേ, വ്യതിയാനം വന്നവർ മുഴുവനും മുങ്ങി നശിച്ചു. ലോകത്തിന്റെ ചരിത്രം തന്നെ എങ്ങനെയാണ്, വ്യതിയാനം വന്നവർ നശിച്ചുപോയി. അപ്പൊ സത്യവും അസത്യവും തമ്മിലുള്ള സംഘടന ലോകത്തുള്ളത് നടത്തും. പിന്നെയോ ഈ തൗഹീദിന്റെ ആൾക്കാർ അവര് വന്നു, അവർക്ക് മക്കളുണ്ടായി, അങ്ങനെ പെറ്റുപെരുകി, വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി, വ്യതിചലനം തുടങ്ങിയാണ്. ആ നേരം വിശുദ്ധ ഖുർആൻ പറയാ, സുമ്മ അൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, ഇവർക്ക് ശേഷം വേറെ തലമുറകളെ നമ്മൾ ഉണ്ടാക്കി. ഫർസൽനാ ഫീഹിം റസൂലൻ മിൻഹും, അങ്ങനെ അവരിൽ നിന്ന് തന്നെ നമ്മൾ പ്രവാചകനെ അയച്ചു കൊടുത്തു. വ്യതിചലനം വരുമ്പോ അങ്ങനെ നബിമാരെ അയച്ചു കൊടുക്കുകയാണ്. സൂറത്ത് മൂമിനൂൻ 31-32. സുമ്മ അർസൽനാ റുസുലനാ തത്റ, മറ്റൊരു അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ പറയാ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ദൂതന്മാരെ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞയച്ചു കൊടുത്തു. കുല്ലമാ ജാ ഉമ്മത്തർ റസൂലുഹ, ഏതൊരു സമൂഹത്തിനും അവരുടെ റസൂല് വരുമ്പം കസ്സബൂഹു, അവരെന്ത് ചെയ്യും? ആ റസൂലിനെ കളവാക്കും. ഏതൊരു ഉമ്മത്തിനും അതിൽപ്പെട്ട റസൂലിനെ, ആ ഉമ്മത്തിൽപ്പെട്ട റസൂലിനെ പറഞ്ഞയച്ചു കൊടുക്കുമ്പോൾ അവര് സത്യത്തിൽ നിന്ന് പുറം തിരിഞ്ഞ് ജീവിക്കും. ഇതാണ് മാനവ ചരിത്രം എന്ന് നമുക്ക് ചുരുക്കി പരിശുദ്ധ ഖുർആൻ പറയും. ഇങ്ങനെ ഓരോ നബിമാര് വരുമ്പോഴും അവര് വിശ്വസിക്കാതിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇസ്ലാം കൊണ്ടുവന്ന അഖീദ ഇവര് അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ അഖീദ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? എന്താ പ്രശ്നം നമുക്കൊക്കെ അറിയാം. എന്നാലും പരിശുദ്ധ ഖുർആനിൽ ആ കാര്യം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്.
ഇങ്ങനെ നബിമാരിലൂടെ അള്ളാഹ് അയക്കുന്ന സന്ദേശം ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കലാണ് മനുഷ്യരുടെ ബാധ്യത. ജിന്നുകളെ ബാധ്യത തന്നെയാണ്. അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ അവരുടെ അവസ്ഥ പറയണം. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവർ, അവന്റെ ദൂതന്മാരിൽ അവിശ്വസിക്കുന്നവർ, വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറുസുലിഹി, അതുപോലെ അള്ളാഹ്ക്കും അവന്റെ ദൂതന്മാർക്കും ഇടയിൽ വേർപാട് ഉദ്ദേശിക്കുന്നവർ, അവർ വകതിരിക്കാൻ, ചിലത് അംഗീകരിക്കാം, ചിലത് അംഗീകരിക്കാതിരിക്കാം. ചിലപ്പോൾ അള്ളാഹിനെ അംഗീകരിക്കും, അപ്പൊ അള്ളാഹ് അയച്ച ദൂതന്മാരെ അംഗീകരിക്കൂല. ഈ ജാതി ഏർപ്പാട് തന്നെ ചരിത്രത്തിലുള്ളത്. ഇങ്ങനെ ഈ രൂപത്തിൽ പോകുന്ന ആൾക്കാർ വയുരീദൂന എന്താ വയഖൂലൂൻ, അവർ പറയുന്ന എന്താ, നൂമിനു വിഭാഗ്, ചിലത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിശ്വസിക്കും, വനക്ഫുറു വിഭാഗ്, ചിലത് ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പൊ അവരുടെ ഇടക്കുള്ള വയുരീദൂന നെത്തഹിദു ബൈനദാലിക സബീല, ഇടക്കൊരു മാർഗ്ഗം വകവര് സ്വീകരിക്കാൻ. അള്ളാഹ് പറഞ്ഞ് അംഗീകരിക്കുന്നില്ല മുഴുവൻ. ഇതിപ്പോ അള്ളാഹിന്റെ അമ്പിയാക്കൾ അംഗീകരിക്കാത്തൊരു വിഷയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചില നബിമാരെ അംഗീകരിക്കൂല. അതായത് അത് ഏതെങ്കിലും ഒരു നബിനെ അംഗീകരിക്കാഞ്ഞാൽ തന്നെ ഓന് വ്യതിയാനം വന്നിട്ടുണ്ടെന്നാണ്. കാരണം ഓന്റെ വന്ന വ്യതിയാനത്തിനെതിരാ നബിമാര് കൊണ്ടുവരുന്ന സന്ദേശം. അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഓൻ പിന്നെ വ്യതിയാനം തന്നെ മരിക്കണേ. ഓൻ ശുദ്ധമായ ഇസ്ലാമിലല്ല. അതുകൊണ്ടാണ് എല്ലാ നബിമാരിലും അംഗീകരിക്കാത്ത പോലെ ഒരു നബിനെ അംഗീകരിക്കാത്ത ആൾ തന്നെയാണ് എന്ന് പറയാൻ കാരണം. എന്നിട്ട് ഇങ്ങനെ ചിലതെടുക്കും ചിലതെടുക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. ചില നബിമാരെ സ്വീകരിക്കും, ചിലത് അംഗീകരിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഉലായിക്ക, ഇത്തരം ആൾക്കാർ, അവരെ പറ്റി പറയുന്നത് ഹുമുൽ കാഫിറൂന ഹഖ, സത്യമായും ഇവർ തന്നെയാണ് കാഫിറുകൾ. കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, ഇപ്പൊ ഇന്നത്തെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് മുസ്ലിങ്ങൾ എന്നറിയും. അല്ലാത്തവരൊക്കെ കാഫിറുകൾ എന്നുള്ള പ്രയോഗമല്ല ഉള്ളത്. ഈ ഉമ്മത്തിൽ പെട്ടു പറഞ്ഞിട്ടും കാര്യമല്ല. ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, ആകാശം നിറക്കപ്പെട്ട സന്ദേശം ആര് സ്വീകരിക്കുന്നില്ലയോ അവരെ പറ്റിയൊക്കെ പറയുന്ന പേരാണ് കാഫിർ എന്നത്. എന്നിട്ട് വാഴ്ത്തതിനാലിൽ കാഫിരീന അദാബം മുഹീന, ഈ കാഫിറുകൾക്ക് നിന്ദ്യമായ ശിക്ഷ നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാ തൊട്ട് താഴെയുള്ള ആയത്ത്, വല്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുൽ വിശ്വസിക്കുന്നവർ, അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുന്നവർ. എന്നിട്ടോ വലൻ യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും, ആ നബിമാർക്കിടയിൽ ഒരു വേർതിരിവും കാണിക്കാത്തവർ, ഉലായിക സൗഫ യൂതീഹിം ഉജൂറഹും, അവർക്കുള്ള പ്രതിഫലം അല്ലാഹു വഴിയെ കൊടുക്കും. വകാനല്ലാഹു ഗഫൂറർ റഹീമ, സൂറത്ത് നിസാ 152 ആയത്താണത്. അള്ളാഹു എമ്പാടും പുറത്തു കൊടുക്കുന്ന ആളാണ്, അങ്ങേയറ്റം കാരുണ്യം ഉള്ള ആളാണ്. അപ്പൊ ഇവിടെ നബിമാരിൽ ഒരാൾക്കിടയിലും എന്ത് ചെയ്യൂല, വേർപാട് കാണിക്കാത്ത ആൾ. എല്ലാ നബിമാരെയും അംഗീകരിക്കാൻ. ഇല്ലെങ്കിൽ നരകത്തിന്റെ കണക്കാണ് ഇപ്പൊ ഇവിടെ പറയണത്. നരകത്ത് പോകുന്ന പറയണേ. സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയണേ. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി, സലഫി ലോകത്ത് അറിയപ്പെട്ട ഒരു ഇമാമാണ്, പൗരാണികനാണ്. അദ്ദേഹം നരകത്ത് പോണ കണക്ക് ഇങ്ങനെ പറയണമെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് അദ്ദേഹം പറഞ്ഞ വാചകളൊന്ന് ചുരുക്കി പറയണം. അതായത് നരകത്തിൽ പോണ ടീമാണ് അധികം എന്ന് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടപ്പോ ആ കണക്ക് അദ്ദേഹം വിശദീകരിച്ചിട്ടാണ്. അതായത് ലോകത്തൊരുപാട് നബിമാര് വന്നു. ആ നബിമാരെ അംഗീകരിക്കാത്തവരൊക്കെ നരകത്തിൽ, സംശയമില്ലല്ലോ. ലോകത്ത് നബിമാര് വന്നു, അള്ളാഹിനെ പറ്റി പറഞ്ഞു, അമ്പിയാക്കളെ പറ്റി പറഞ്ഞു, അതുപോലെ വിശ്വാസ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊന്നും അംഗീകരിക്കാത്തവര് പിന്നെ ഉറപ്പന്നെ കാഫിറുകളാണ്, യാതൊരു സംശയമില്ല, ഒരു നരകത്തിലാണ്. എന്നാലോ അടുത്തുന്ന ഒരു നരകത്തിൽ, ബാക്കിയുള്ളവരൊക്കെ സ്വർഗത്തിൽ എന്ന നിലക്കാണോ? അല്ല. ഈ കണക്കെടുത്താൽ തന്നെ മനസ്സിലാവും അധികം അംഗീകരിക്കാത്തപ്പോൾ നൂഹ് അലൈഹി സ്വലാമിന്റെ ജനത വളരെ കുറച്ച് വിശേഷിച്ചു, ബാക്കിയൊക്കെ മുങ്ങി മരിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാം ഇറാഖിൽ ദഅവത്ത് നടത്തി, അവര് ഒരുക്കിയ അഗ്നികുണ്ഡത്തിൽ നിന്ന് വന്നിട്ട് പോലും ഒരാളും വിശ്വസിച്ചില്ല എന്നാ പറയണേ. അപ്പൊ അവരൊക്കെ നരകത്തിൽ പോവുക. അങ്ങനെ മഹാഭൂരിഭാഗം നരകത്തിന്റെ ആൾക്കാരായിട്ടാണുള്ളത്. കാരണം ആൾക്കാർ സത്യം, പല താല്പര്യങ്ങളാണ് ആൾക്കാർക്ക്. ചിലത് നമ്മൾ പറഞ്ഞു, പല താല്പര്യങ്ങളൊക്കെ കൊണ്ട് ആൾക്കാർ അംഗീകരിക്കാത്ത വിഷയം. അപ്പൊ ഏതായാലും ശരി, ഇനി നബിമാരെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരോ? ഇബ്നു റജബ് പറയാണ് ഓലൊക്കെ സ്വർഗത്തിലാ? അല്ല. കാരണം ചിലർ അംഗീകരിക്കുന്നവരെന്നെ എല്ലാ നബിനെയും അംഗീകരിക്കണില്ല, എല്ലാ റസൂലിനെയും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് രക്ഷയില്ല എന്നാ പറയണേ. അംഗീകരിക്കുന്നതാണെങ്കിൽ എല്ലാ നബിമാരെയും അംഗീകരിക്കണ്ടേ? ഒരു നബിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു റസൂലിനെ ഒരാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്നറിയോ?
എല്ലാ നബിയിലും അയാൾ അവിശ്വസിച്ചു എന്നർത്ഥം. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അപ്പൊ ക്രിസ്ത്യാനികൾ മാറിക്കുകയാണ്. ഇത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞ ശുദ്ധമായ ഇസ്ലാം ഓൽക്ക് വേണ്ടാന്ന്. ഓല കണക്കിൽ ഞങ്ങൾ മുഹമ്മദ് നബിനല്ലേ എതിർത്തിട്ടുള്ളൂ എന്നാ വരിക. വാസ്തവത്തില് ലോകത്ത് ഇസ്ലാമാണ് പ്രബോധനം ചെയ്യപ്പെട്ടത്. അതിന്റെ തനിമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയാണ് അള്ളാഹ് ഇവിടെ തന്നിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുഹമ്മദ് നബിനെ അംഗീകരിക്കുന്നില്ല എന്ന്, അത് മാത്രമല്ലേ അംഗീകരിക്കാത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വ്യതിയാനത്തിലാണ്, അവർ ശിർക്കിലാണ്. അപ്പൊ ഒരു നബിനെ തന്നെ ഒരാൾ ഒഴിവാക്കിയാൽ എല്ലാ നബിനും ഒഴിവാക്കിയ പോലെ അത് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. കസ്സബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, സൂറത്ത് ശൂറ 105-ാമത്തായിട്ടാണ്. നൂഹ് അലൈഹി സ്വലാമിന്റെ ജനത അമ്പിയാക്കളെ കളവാക്കി എന്നാണ്, മുർസലീങ്ങളെ കളവാക്കി. നമുക്കറിയാം ആദം നബിക്ക് ശേഷം വന്ന പ്രവാചകനാണ് ആര്? പിന്നെ നൂഹ് അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ജനത കളവാക്കിയ ഒരു ഒറ്റ നബിനെയാണ്, അത് നൂഹ് നബിനെയാണ്. പക്ഷെ ഖുർആൻ പ്രയോഗിച്ചെന്താ? നൂഹ് അലൈഹി സ്വലാമിന്റെ ജനത മുർസലീങ്ങളെ കളവാക്കി. കാരണം ഒരു നബിനെ കളവാക്കിയാൽ എല്ലാവരെയും കളവാക്കിയതുപോലെയാണ്. ഇതുപോലെ ശൂറ 123 കസ്സബത്ത് ആദുൻ അൽ മുർസലീൻ, ഏത് സമൂഹം മുർസലീങ്ങളെ കളവാക്കി. വാസ്തവത്തിൽ ഏത് സമൂഹം ഹൂദ് നബിനെ മാത്രം കളവാക്കി. എന്നാൽ എല്ലാ നബിമാരും ഒരു കളവാക്കിയ പോലെയാണ്. കാരണം ലോകത്തുള്ള നബിമാരുടെ ആദർശമൊക്കെ ഒന്നാണ്. ദീനുഹും വാഹിന്ന, ദീനൊക്കെ ഒന്നാണ്. അതുകൊണ്ട് ഏത് നബി അവനാന്റെ കാലത്തുള്ള ആ നബിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ വ്യതിയാനക്കാരനാണ്. എല്ലാ നബിനെ ഒഴിവാക്കിയ പോലെയാണ്. അതുപോലെ കസ്സബത്ത് സമൂദുൻ അൽ മുർസലീൻ 141-ാമത്തെ ആയത്താണ്. സമൂദ് ഗോത്രം മുർസലീങ്ങളെ കളവാക്കി. അവർ മുർസലീങ്ങളെ കളവാക്കിയിട്ടില്ല എന്ന് വാദത്തിന് വേണ്ടി പറയാം. കാരണം അവർ സ്വാലിഹ് നബിനെ കളവാക്കിയിട്ടുള്ളൂ. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നായിട്ട് കളവാക്കിയെന്ന്. അതുപോലെ കസ്സബത്ത് ഖൗമു ലൂത്തിൻ അൽ മുർസലീൻ, ലൂത്ത് അലൈഹി സ്വലാമിന്റെ ജനത മുർസലീങ്ങളെ കളവാക്കി. അപ്പൊ ലൂത്ത് നബിനെ കളവാക്കിയിട്ടാണ് അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അമ്പിയാക്കളെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ എല്ലാ നബിമാരിലും അംഗീകരിക്കാത്തത് കൊണ്ട് അംഗീകരിക്കാത്തവരൊക്കെ നരകത്ത് പോകുന്നായി പറയണേ. അതാ ജനങ്ങളുടെ അവസ്ഥ. ജനങ്ങൾ നരകത്തിന്റെ വഴിയാ തെരഞ്ഞെടുക്കണേ. സത്യദീൻ അവരുടെ മുമ്പിലുണ്ടായിട്ട് അവരതിന്റെ പിന്നാലെ പോകുന്നില്ല. ഇനി എല്ലാ നബിയും അംഗീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ അമ്പിയാക്കളെയും അംഗീകരിക്കുന്നു എന്ന് വെക്കുക. ഇമാം ഇബ്നു റജബ് പറയാണ്, എന്നാ അവരൊക്കെ സ്വർഗത്തിലാ? അല്ലല്ലോ, നമുക്ക് പ്രമാണം ഞങ്ങളുടെ മനസ്സിൽ തന്നെ പോകുന്നുണ്ടാവും ഓരോന്നും. എന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതയിൽ തന്നെ റസൂൽ എന്താ പറഞ്ഞത്? ജൂതന്മാർ 71 ക്രിസ്ത്യാനികൾ 72 എന്റെ ഉമ്മത്ത് 73 ഒക്കെ നരകത്ത് പോവും ഒന്നൊഴികെ എന്നാ പറഞ്ഞു. ഈ ഉമ്മത്തിൽപ്പെട്ട ആളാണ് മുനാഫിക്കുകൾ. മുനാഫിക്കുകളുടെ സ്ഥലം എവിടെയാണെന്ന് അറിയാം? നരകത്തില്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കീങ്ങൾ നരകത്തിന്റെ അടിയിലത്തെ തട്ടിലായിരിക്കുന്നു. അതിന്റെ മുകളിലാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ വരിക. കാരണം ഇസ്ലാമിന്റെ ഉള്ളിൽ ഒരു ജീവിക്കുക, എന്നിട്ട് ഉള്ളിൽ ജീവിക്കുമ്പോൾ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഇസ്ലാമിനെതിരെ ചെയ്യുന്ന കാര്യം പുറത്തുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയില്ല. പുറത്തുള്ള ശത്രുക്കൾക്ക് നമുക്കറിയാം. ഉള്ളിലാകുമ്പോൾ ഓൽക്കെതിരെ ഒരു നിയമം എടുക്കാനും പറ്റില്ല. അപ്പോൾ സ്വന്തം ആൾക്കാരെ കൊന്നു ഒരു പ്രശ്നം ഉണ്ടാക്കും, മുസ്ലിങ്ങൾക്ക് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ ഉള്ളുന്ന അവരെ കൊണ്ടുള്ള ഷെറ് ഭയങ്കര. അവർക്ക് ഇസ്ലാമിനോട് താല്പര്യം ഉണ്ടാവില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ ഇസ്ലാമിനെ കുത്തും. എന്നാൽ ഞാനിതിന്റെ ആളാന്ന് പറഞ്ഞവർക്ക് ഒരുപാട് അവരുടെ ഭൗതിക താല്പര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇതാരാ? മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദികളെ പറയുന്ന പേരല്ലേ ഈ ഉമ്മത്തിലെ? യഹൂദികൾക്കുള്ള പേരല്ല മുനാഫിക്ക്, നസറാക്കൾക്കുള്ളതല്ല, വേറെ മതത്തിന്റെ ആൾക്കാർക്കുള്ള ഈ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരാണ് ഈ മുനാഫിക്ക് എന്ന് പറയുന്നത്. ഇവര് നരകത്തിന്റെ അടിയിലെ തട്ടിലല്ല പോവുക. ആ വിഭാഗം അങ്ങനെ. പിന്നെ പല രൂപത്തിലുള്ള വ്യതിയാന കക്ഷികൾ, ഒരുപാട് കക്ഷികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ സത്യദീന് സ്വീകരിക്കുന്ന വിഷയത്തിൽ ഓരോ ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് പിന്മാറിയ ആൾക്കാരാണ്. ആ വിഷയം വിധേയി കക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വരുമ്പോൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാവുന്ന വിഷയമാണ്. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവരുടെ ആദർശം എന്തെന്നറിയങ്ങൾ എന്തായിരിക്കണം? സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. സൂറത്ത് ബഖറ 176 അല്ലാഹ് ഇറക്കിയ ഒരൊറ്റ പ്രവാചകനും അവർക്കിടയിൽ നമ്മൾ യാതൊരു വേർപാടും നൽകുകയില്ല. എല്ലാ നബിമാരെയും നമ്മൾ അംഗീകരിക്കും. ഒന്നിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്.
വേറെതാ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. റസൂല് വിശ്വസിക്കുന്നു, റസൂല് വിശ്വസിച്ചിട്ടുണ്ട് ഏതില്? അള്ളാഹു അദ്ദേഹത്തിന് ഇറക്കിക്കൊടുത്തതിൽ. അപ്പൊ റബ്ബിങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടതിൽ റസൂല് വിശ്വസിക്കുന്നു. വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും വിശ്വസിക്കുന്നു. കുല്ലുൻ എല്ലാവരും, റസൂലും സത്യവിശ്വാസികളും ഒക്കെ ആമന ബില്ല അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ട്. മലായിക്കത്തി അവന്റെ മലക്കുകളിലും, കുത്തുബി അവന്റെ വേദഗ്രന്ഥങ്ങളിലും, റുസുലിഹി അവന്റെ ദൂതന്മാരിലും. പിന്നെന്താ പറയുന്ന ഇവരുടെ ഒരു പ്രത്യേകത? ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ നമ്മൾ യാതൊരു വേർതിരിവും കാണിക്കുകയില്ല. എല്ലാവരെയും അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതാണ് വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുന്നവർ, വലം യുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ യാതൊരു വേർതിരിവും കാണിക്കാത്തവർ. ഉലായിക സൗഫ യുതീം ഉജൂറഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള പ്രതിഫലം നൽകുന്നതായിരിക്കും. ഇതാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ എല്ലാ നബിമാരും കൊണ്ടുവന്ന അഖീദ ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു നബിനെ എതിർത്ത് അവന്റെ അഖീദ വ്യതിചലിച്ചു പോയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അവൻ ശിർക്കിലാണ്, കുഫറിലാണ്, വഴികേടിലാണ്. അതുകൊണ്ട് ഈ അഖീദയിൽ തകരാറ് പറ്റിയാൽ മഹാ അപകടമാണ്. നമ്മളിങ്ങനെ വിചാരിക്കും ഒരു നന്നായി ജീവിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയുള്ള ഒരു ഹദീസിലുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ മസലുൽ യഹൂദ് വൽ മുസ്ലിമീൻ, മസലുൽ മുസ്ലിമീന വൽ യഹൂദി വൻ നസാറ, മുസ്ലിംകളുടെ ഉദാഹരണം, ജൂതന്മാരുടെ ഉദാഹരണം, നസാറാക്കളുടെ ഉദാഹരണം, കമസലി റജുൽ ഇസ്തഅ്ജർ, ഒരു മനുഷ്യന്റെ, ഒരു മുതലാളി എന്ന് പറയാം, അയാൾ കുറെ പണിക്കാരെ വിളിച്ചു. നമുക്കിപ്പോ ഒരു റസൂലിനെ അംഗീകരിച്ചില്ലെങ്കിൽ തന്നെ ഒരു അപകടമാണ് എന്നൊക്കെ പറഞ്ഞ ആയത്തും ഹദീസും പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്നാൽ പിന്നെ ഉദാഹരണം വളരെ വ്യക്തമാക്കി പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പണിക്കാരെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ പണിയാണ്, നല്ല കൂലി തരാമെന്നാണ്. ഒരു പണിയെടുത്തു നല്ല താല്പര്യത്തിൽ. പക്ഷെ ഉച്ചയായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജോലി നിർത്തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ മുതലാളി പറഞ്ഞു അക്മിലു ബഖിയത്തെ യോമിക്കും, ബാക്കിയുള്ള പണിയും കൂടി നിങ്ങൾ ചെയ്തോളൂ, കൂലി മുഴുവൻ കൊണ്ടുപോകണം, കൂലിയൊക്കെ കിട്ടണമെങ്കിൽ പണിയൊക്കെ എടുക്കണം എന്നാണ്. അവർ പറഞ്ഞു ഞാൻ കൂലിയൊന്നും വേണ്ട, ഞങ്ങൾ പോകാൻ കഴിയൂല എന്നാണ്. ഒരു പോയി. അപ്പൊ ഈ മുതലാളി വേറൊരു കൂട്ടരെ വിളിച്ചു, അവരോട് പറഞ്ഞു പണി പകുതി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ളുഹർ മുതൽ മഗ്‌രിബ് വരെ പണിയെടുത്താൽ മതി, കൂലിയൊക്കെ തരാമെന്നാണ്. മറ്റൊരു കൂലി വാങ്ങാതെ പോയി, കൂലിയൊക്കെ തരാമെന്നാണ്. അങ്ങനെ അവര് അസറിന്റെ സമയത്ത് അവരും പറഞ്ഞു ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ കഴിയൂല എന്നാണ്. മുതലാളി കുറെ പറഞ്ഞു നിൽക്കണം, പണിയെടുക്കണം, കൂലി എല്ലാം കിട്ടും, പകുതി പണിയുള്ളൂ. അവർ പറഞ്ഞു ഞങ്ങളെ പോകാൻ സമ്മതിച്ചാൽ ഞങ്ങൾക്ക് കൂലിയൊന്നും വേണ്ടെന്ന്. അപ്പൊ ഈ മുതലാളി വേറൊരു കൂട്ടരെ പണിക്ക് വിളിച്ചു. അസറിന് ശേഷമാണ് ഒരു പണിയൊടുകയും മഗ്‌രിബ് വരെ ഉള്ളൂ, കൂലിയൊക്കെ ഞങ്ങൾക്ക് കാണുന്നു. ഇതാണ് ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ളുഹർ വരെ യഹൂദികൾ പണിയെടുത്തു, മൂസാ നബി വരെ വിശ്വസിച്ചു, ഒരു പ്രയോജനം, ഒരു കൂലിയില്ല. ക്രിസ്ത്യാനികൾ അസർ വരെ പണിയെടുത്തു, ഒരു പ്രയോജനമില്ല. എന്നാൽ മുസ്ലിങ്ങളോ ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, നമ്മൾ എല്ലാ നബിമാരെയും നമ്മൾ അംഗീകരിക്കും. നമ്മൾ ഈസാ നബീനെ അംഗീകരിക്കും, മൂസാ നബീനെ അംഗീകരിക്കും. ലോകത്ത് 1,00,000 പരം നബിമാർ വന്നിട്ടുണ്ട്. ഏതൊക്കെ നബിമാർ വന്നിട്ടുണ്ട് ആ സന്ദേശം, അവരുടെ സന്ദേശമൊക്കെ ഒന്ന് തന്നെയാണ്. ആ സന്ദേശമൊക്കെ ഒന്ന് ശരിക്ക് ഒരു തകരാറില്ലാതെ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിലുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ പോലെ അംഗീകരിക്കുക തന്നെ വേണം. അതിലെന്തൊക്കെ ഉണ്ടോ വിശ്വാസങ്ങളും കർമ്മങ്ങളും, എങ്കിൽ അവർക്ക് എമ്പാടും ഇത് അംഗീകരിക്കാത്തവർക്ക് ഒരു പ്രയോജനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ അഖീദ അതിൽ തകരാറ് വന്നാൽ മഹാ അപകടമാണ്. അതിലുള്ള കാര്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുക. അള്ളാഹിനെ പറ്റിയുള്ള ഈമാൻ എങ്ങനെ, മറ്റു മലക്കുകളെ പറ്റിയുള്ളത് എങ്ങനെ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ലൈനിലൂടെ സഞ്ചരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.